यद्दर्शनं निखिलकहरं पवित्रं यत्पादपङ्कजरजां सकलाशकानि धात्री पुमर्थञ्जयस्य च यत्कृपा श्रीनारायणं मुनिवरं तमहं नमामि. അന്തർദേശീയ പഠന കേന്ദ്രത്തിൻ്റെ ഡയറക്ടർ ശിശുപാൽ സാർ, ലൈബ്രറിയുടെ ഭാരവാഹികൾ, ഇവിടെ പഠന ക്ലാസ്സിന് സന്നിഹിതരായിരിക്കുന്ന ജിജ്ഞാസുക്കളെ, സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. വളരെ അധികം സന്തോഷമുണ്ട്. സാറ് ഇതുപോലെ ഒരു ക്ലാസ് ഉണ്ട്, ഒരു ദിവസം സാറിന് വന്ന് ക്ലാസ് എടുക്കാൻ പറ്റുമോ, വിഷയം സ്വയമായിട്ട് തീരുമാനിക്കാം എന്ന് പറയുകയും ഞാനും വളരെ സന്തോഷത്തോടു കൂടി തന്നെ സമ്മതിക്കുകയും ചെയ്തു. കൊളത്തൂർ പലപ്പോഴും വന്നിട്ടുണ്ടെങ്കിലും ലൈബ്രറിയിൽ ആദ്യമായിട്ടാണ് ഇതിനകത്ത് കയറുന്നത്. ഇപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ്റെ കാലം തുടങ്ങി ആരംഭിച്ച അറിവിൻ്റെ ഒരു കേന്ദ്രമാണ്. നമ്മളുടെ പണ്ടത്തെ ചിന്തകന്മാരും ഒക്കെ സൂചിപ്പിക്കുന്നുണ്ട്, ലൈബ്രറിയുടെ അല്ലെങ്കിൽ പുസ്തകങ്ങളുടെയൊക്കെ ഒരു ഗുണത്തെക്കുറിച്ചും കണ്ണുരുട്ടാതെയും വടിയെടുക്കാതെയും നമ്മളെ പഠിപ്പിക്കുന്നതാണ് പുസ്തകങ്ങളെന്നാണ് പൂർവസൂരികളായിട്ടുള്ള മഹാത്മാക്കൾ സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു നാടിൻ്റെ വികസനം, ബൗദ്ധികമായിട്ടുള്ള അല്ലെങ്കിൽ സാംസ്കാരികമായിട്ടുള്ള വികാസമൊക്കെ സംഭവിക്കുന്നത് വായനയിലൂടെയും അത് നമ്മുടെ ജീവിതത്തിൽ സ്വാംശീകരിക്കുന്നതിലൂടെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും 1921 ആരംഭിച്ച ഈ ജ്ഞാന കേന്ദ്രം ശ്രീനാരായണ ഗുരുദേവൻ സ്വയം ഇവിടെ വരികയും ഇതുപോലെ ഉള്ള കേന്ദ്രങ്ങളാണ് വേണ്ടുന്നത് എന്നൊക്കെ സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് ഇവിടെ സെക്രട്ടറി സൂചിപ്പിക്കേണ്ടായി. ഗുരു ക്ഷേത്രങ്ങളൊക്കെ പ്രതിഷ്ഠിച്ച് കുറേ കഴിഞ്ഞപ്പോൾ സൂചിപ്പിക്കുകയുണ്ടായി, ഇനി വേണ്ടുന്നത് വിദ്യാലയങ്ങളായിരിക്കണം, വിദ്യ പകരുന്ന കേന്ദ്രങ്ങളായിരിക്കണം. അത് കുറേയൊക്കെ ചെയ്തെങ്കിലും ഗുരുവിൻ്റെ ആ ഒരു കാഴ്ചപ്പാട് പിന്തുടരുവാനായിട്ട് പൊതുവെ ഒരു വൈമുഖ്യം നമ്മൾ കാണുന്നുണ്ട്. ക്ഷേത്ര ആചാര അനുഷ്ഠാനങ്ങളിലൊക്കെ അന്ധമായിട്ടുള്ള കടുംപിടുത്തങ്ങളും ക്ഷേത്രങ്ങൾ ആ രീതിയിലേക്ക് മാറുന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ ഭാരവാഹികൾ മാറ്റുന്നില്ല എന്നുള്ളത് ഗുരു അന്ന് തന്നെ സൂചിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെയുള്ള പശ്ചാത്തലമൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം ഗുരുവിൻ്റെ കൃതികളിലേക്കും അതുപോലെ തന്നെ ഗുരുവിൻ്റെ ദർശനത്തിലേക്കുമൊക്കെ നമ്മൾ കടക്കുവാനായിട്ട്. അപ്പോൾ ഇവിടെ ഇരിക്കുന്നവരും ഭൂരിഭാഗവും ധാരാളം ക്ലാസ്സുകളൊക്കെ കേട്ട് തഴക്കവും പഴക്കവും വന്നവരുണ്ടാകാം, പുതിയ ആളുകളുണ്ടാകാം, പല കാഴ്ചപ്പാടിൽ കാണുന്നവരുണ്ടാകും. ഇപ്പോൾ ഗുരുവിൻ്റെ കൃതികളൊക്കെ പലപ്പോഴും അങ്ങനെയാണ്, അവരവരുടെ വീക്ഷണകോണത്തിൽ നിന്നുകൊണ്ടാണ് അതിനെ മനസ്സിലാക്കുകയും മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യും. എൻ്റെ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ സൂചിപ്പിച്ചാൽ, പ്രത്യേകിച്ച് നമ്മൾ ആത്മോപദേശ ശതകം പോലെയുള്ള ഗഹനമായിട്ടുള്ള കൃതികളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് മുമ്പ്
അതിൻ്റെ ഒരു അടിത്തറ. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ബ്രഹ്മവിദ്യയാണ്, ആത്മവിദ്യയാണ്. ആത്മവിദ്യ നമ്മൾക്ക് പകർന്നു കൊടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ അത് നമുക്ക് മനസ്സിലാകണമെങ്കിൽ, ഒരു ഗുരുശിഷ്യ പാരസ്പര്യത്തിലൂടെ അല്ലെങ്കിൽ ഗുരുശിഷ്യ ബന്ധത്തിലൂടെ മാത്രമേ അത് സാധ്യമാകുകയുള്ളൂ. ഇപ്പം നമ്മളുടെ ഉപനിഷത്ത്, നമ്മളുടെ ഛാന്തോക്യ ഉപനിഷത്തിലും അതുപോലെ തന്നെ ഭഗവത്ഗീതയിലും ഒക്കെ വളരെ ഊന്നൽ കൊടുത്തുകൊണ്ട് മഹർഷി പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട്. ഒരു ശിഷ്യൻ അല്ലെങ്കിൽ ഒരു സത്യാന്വേഷി എങ്ങനെ ആയിരിക്കണം അത് മനസ്സിലാക്കിയ ഒരു ഗുരുവിനെ സമീപിക്കേണ്ടത്. അത് ഗുരുവും ആത്മോപദേശ ശതകത്തിലും അതുപോലെ തന്നെ ബ്രഹ്മവിദ്യാ പഞ്ചകത്തിലും കൃത്യമായി സൂചിപ്പിക്കുന്നു. ഈ തത്വത്തെ ഗ്രഹിച്ച ഒരു ഗുരുവിനെ, ഒരു മഹാത്മാവിനെ കണ്ട് അദ്ദേഹത്തോട് ഏത് രീതിയിൽ കാര്യങ്ങൾ ചോദിക്കണം, ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെ ഒരു ഉത്തമമായിട്ടുള്ള ശിക്ഷണം അല്ലെങ്കിൽ ആ രീതിയിലൊരു സംസ്കാരം ഒക്കെ ഉള്ള ആൾക്ക് മാത്രമാണ് ഈ ബ്രഹ്മവിദ്യ ഗ്രഹിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുകൂടി ഉണ്ട്. പക്ഷെ നമ്മൾ ഇന്ന് നമ്മളുടെ പഠന ക്ലാസ്സുകളും അതുമായിട്ട് ബന്ധപ്പെട്ട ഇതിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ യാതൊരു ബന്ധവുമില്ലാത്ത രീതിയിലാണ് ഈ ബ്രഹ്മവിദ്യ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അതിനൊരു ദോഷമെന്ന് പറയുന്നത്, ഈ വിദ്യ നമ്മൾ സ്വായത്തമാക്കി കഴിഞ്ഞാൽ, പഠിച്ചു കഴിഞ്ഞാൽ, പഠിക്കുക എന്നുള്ളത് നമ്മുടെ ബ്രെയിനിൽ അത് റെക്കോർഡ് ചെയ്യുന്നത് പഠനമാണ്. പക്ഷെ മഹർഷി സൂചിപ്പിക്കുന്ന രീതിയിലുള്ള പഠനമല്ല. അത് സ്വാംശീകരിക്കണം. ഇപ്പം നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, ആ ഭക്ഷണം ചവച്ചരച്ച് ശരിയായ രീതിയിൽ കഴിക്കുമ്പോഴാണ് അത് ആമാശയത്തിൽ പോയി അതൊന്ന് പാകപ്പെട്ട്, ഇപ്പോൾ പകുതി പാകപ്പെടൽ നമ്മുടെ വായിൽ തന്നെ നടക്കും. ചവച്ചരച്ച് ഒക്കെ കഴിക്കുമ്പോൾ അത് വരും. ബാക്കി ആമാശയത്തിൽ ചെന്നിട്ടാണ് നടക്കുന്നത്. അത് ആ രീതിയിൽ പാകപ്പെട്ട് കഴിയുമ്പോഴാണ് ശരീരത്തിലേക്ക് അത് സ്വാംശീകരിക്കാൻ പറ്റും. ആ ഒരു ദഹന പ്രക്രിയ ശരിയായ രീതിയിൽ നടന്നില്ലെങ്കിൽ ഇത് ശരീരത്തിൽ പിടിക്കില്ല, അതങ്ങ് പോകും. അതേപോലെ തന്നെയാണ് നമ്മുടെ ഈ പഠനത്തിൽ ശരിയായ രീതിയിൽ അതിനെ ദഹിപ്പിക്കാതെ നമ്മൾ അത് വിഴുങ്ങുമ്പോൾ, ഇപ്പോൾ നമ്മൾ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ അറിയാം, കല്യാണ സദ്യക്ക് നമ്മൾ ഇടിച്ചു കയറും, കുറേ വാരി വലിച്ച് വിഴുങ്ങും, കുറേ കളയും, ആ ഇലയിൽ കുറേ ഉപേക്ഷിക്കും. പിന്നെ പുറത്ത് വന്നിരുന്നിട്ട് നമ്മൾ കുറ്റം പറച്ചിലാണ്. വെളിയിൽ വന്നാൽ പിന്നെ കുറ്റം പറച്ചിലാണ്. കാരണം ഇത് മനുഷ്യനെ കഴിക്കാൻ കൊള്ളാവുന്നതാണോ, ഇങ്ങനെയൊക്കെയാണോ ഇതുണ്ടാക്കുന്നത്, ചിലതിന് ഉപ്പില്ല, ചിലതിന് പുളിയില്ല എന്ന് വേണ്ടുന്ന പല 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 കുറ്റങ്ങളും കുറവുകളും പുറത്തു വന്നിരുന്ന് പറയുകയാണ്. ഈ വിവാഹം നടത്തിയ വധുവിൻ്റെയോ വരൻ്റെയോ ഒക്കെ അച്ഛനും അമ്മയൊക്കെ എത്ര പാടുപെട്ടാണ്, കഷ്ടപ്പെട്ടാണ് പണം സമ്പാദിച്ച് ഈ സദ്യയൊക്കെ ഒരുക്കി ആളുകൾക്ക് കൊടുക്കും. പക്ഷേ ഇതിൻ്റെ കഷ്ടപ്പാടുകളെ കുറിച്ച് അറിയാത്ത ആളുകൾ അത് കഴിച്ചിട്ട് പുറത്തിറങ്ങിയിരുന്ന് കുറ്റം പറയാം എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഈ ബ്രഹ്മവിദ്യ, പ്രത്യേകിച്ച് ആത്മോപദേശ ശതകം അല്ലെങ്കിൽ ദൈവദശകം പോലുള്ള കൃതികൾ നമ്മൾ ഒരുപക്ഷെ നമ്മൾ ഓർമ്മ വെച്ച നാൾ തുടങ്ങി ചൊല്ലുന്നുണ്ടാവാം, കേൾക്കുന്നുണ്ടാവാം, കാണാതെ അറിയാം. പക്ഷേ ഇത്രയൊക്കെ നമ്മൾ ചൊല്ലുമ്പോഴും എന്തുകൊണ്ടാണ് നമ്മൾക്ക് ആന്തരികമായിട്ടുള്ള മാറ്റം ഇല്ലാതിരിക്കുന്നത്?
അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന ശാശ്വതമായിട്ടുള്ള ആത്യന്തികമായിട്ടുള്ള ശാന്തി അല്ലെങ്കിൽ സുഖം, മനസ്സമാധാനം എന്തുകൊണ്ട് നമുക്ക് ലഭിക്കുന്നില്ല? ഈ കൃതി പഠിച്ചാൽ, ദൈവദശകം നമ്മൾ പഠിച്ചാൽ അതിൻ്റെ ഫലമെന്ന് പറയുന്നത് സുഖമാണ്. നമുക്ക് സുഖമുണ്ടാകണം. അത് യാന്ത്രികമായി നമ്മൾ ചൊല്ലുമ്പോൾ, അർത്ഥമറിഞ്ഞുകൂടാതെ അത് വേറെ ഒരു സ്ഥലത്തിരിക്കുന്ന ഒരു ഈശ്വരനാണ്, ഒരു ദൈവമാണ് എന്നുള്ള രീതിയിൽ നമ്മൾ പഠിക്കുകയും അത് ചൊല്ലുകയും പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഒരിക്കലും നമുക്ക് സുഖം ഉണ്ടാവില്ല, ശാന്തി ഉണ്ടാവില്ല. ആത്മോപദേശ ശതകവും അതുപോലെ തന്നെയാണ്. ഇത് നമ്മൾ 100 ശ്ലോകങ്ങളും വളരെ ഈണത്തോടുകൂടി സ്ഫുടതയോടുകൂടിയൊക്കെ നമ്മളിങ്ങനെ ചൊല്ലുന്നുണ്ടാവാം. പക്ഷേ അത് നമ്മുടെ അകത്ത് മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല എങ്കിൽ ഇത് അത്രയും നാൾ ചൊല്ലിയത് കൊണ്ട് യാതൊരു പ്രയോജനവും കിട്ടിയിട്ടില്ലെന്ന് നമ്മൾ തീരുമാനിക്കുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ മുൻവിധിയോടുകൂടി പലതും പറയാം. പക്ഷെ നമ്മുടെ ജീവിതവുമായി നമുക്ക് യാതൊരു ബന്ധവും ഉണ്ടാകുന്നില്ല. അപ്പോൾ ഈ ബ്രഹ്മവിദ്യ, ഈ ജ്ഞാനം, ഇതൊരു സാങ്കല്പികമായിട്ട് നമ്മൾ പഠിക്കേണ്ടതോ പഠിപ്പിക്കേണ്ടതോ അല്ല എന്നുള്ളതാണ് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്, ഇതിൽ പ്രതിപാദിക്കുന്ന വിഷയം വേറൊരാളെ കുറിച്ചല്ല, അവനവനെ കുറിച്ചാണ്. അപ്പോൾ ഈ അവനവനെ കുറിച്ചാണ് എന്നുള്ള ബോധ്യം നമുക്കില്ലാതെ നമ്മളിത് പഠിക്കാൻ തുടങ്ങുന്നു അല്ലെങ്കിൽ പഠിപ്പിക്കാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് വേറൊരു പ്രോബ്ലം. അതുകൊണ്ട് ദൈവദശകവും ആത്മോപദേശ ശതകവും പോലെയുള്ള ഗുരുവിൻ്റെ ദാർശനിക കൃതികൾ നമ്മൾ അതിനകത്തേക്ക് ചുവട് വയ്ക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഒന്ന് ഉറപ്പിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എല്ലാം ചുറ്റിപ്പറ്റി നിൽക്കുന്നത് എന്നെയാണ്, അല്ലേ? ഞാനെന്ന ആ ഒന്നിനെ ചുറ്റിപ്പറ്റിയാണ് ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാം എനിക്ക് വേണ്ടിയാണ് പ്രിയമായിരിക്കുന്നത്, മറ്റാർക്കും വേണ്ടിയിട്ടല്ല. അപ്പം ഞാനെന്ന അത് ഈഗോ ആണോ അതോ നമ്മുടെ പരമ്പൊരുളാണോ? അതിനെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ളൊരു ബോധ്യം നമുക്കുണ്ടാകണം. അപ്പോൾ ഇതിനെ തിരിച്ചറിയുക എന്നുള്ളതാണ് ഈ മനുഷ്യജന്മം കൊണ്ട് നമ്മൾ സാധിക്കേണ്ടത്. അപ്പോൾ പരമഗുരു ശാസ്ത്ര പഠനത്തിന് ശേഷം മരുത്വാമലയ്ക്കും അരുവിപ്പുറത്തൊക്കെ പോകുകയും മരുത്വാമലയിൽ വെച്ച് ഈ ആത്മജ്ഞാനം, ഈ സാക്ഷാത്കാരം ഗുരു നേടുകയും ചെയ്തു എന്നുള്ളതാണ്. അത് നമ്മളുടെ വ്യവഹാരത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന, മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നാണ്. പക്ഷേ ആ ഒരു തലത്തിൽ എത്തിയവർക്ക് മാത്രമാണ് അത് തിരിച്ചറിയാൻ പറ്റും. പക്ഷേ ഗുരുവിൻ്റെ ജനനം തുടങ്ങി നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഗുരു സ്വന്തം ഇച്ഛപ്രകാരം തന്നെയാണ് ഈ മനുഷ്യരൂപം ഇവിടെ അവതരിച്ചത്. അപ്പോൾ ഗുരുവിൻ്റെ അപൂർവമായിട്ടുള്ള ജനനം അന്ന് തുടങ്ങി നമ്മളിങ്ങനെ വളരെ സൂക്ഷ്മമായി ഇത് നിരീക്ഷിച്ചു കഴിഞ്ഞാൽ ഗുരു ആ ഒരു ബാലൻസ് എല്ലാ സ്ഥലത്തും, സമത്വം അതെല്ലാ സ്ഥലത്തും ഒരേപോലെ നിലനിർത്തിക്കൊണ്ടു പോകുന്നത് കാണാം. അപാരമായിട്ടുള്ള സിദ്ധിവിശേഷങ്ങൾ ഗുരുവിലേക്ക് വരുമ്പോഴും ജ്ഞാനത്തിൻ്റെ പരാകാഷ്ഠയിൽ ഗുരു വിരാജിക്കുമ്പോഴും ഭക്തിയുടെ ആനന്ദത്തിൽ ഗുരു ലീലയാടുമ്പോഴും യോഗത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഗുരു പോകുമ്പോഴൊക്കെ ഇത് നാലും ഒരേപോലെ ഗുരു കൈകാര്യം ചെയ്യുന്നു. ഭക്തൻ്റെ ലെവലിലും ജ്ഞാനത്തിൻ്റെ ലെവലിലും യോഗത്തിൻ്റെ ലെവലിലും ഒക്കെ ഗുരു അദ്വിതീയനായിരുന്നു. സിദ്ധികളൊക്കെ ഗുരുവിന് എത്രയോ ഉണ്ടായിരുന്നു. പക്ഷേ ഉപരിപ്ലവമായി അന്നും ഇന്നും നമ്മൾ നോക്കുമ്പോൾ
നേരിട്ട് കണ്ടവരാരും അങ്ങേ നേരായി അറിഞ്ഞില്ല തന്നെ. നേരിട്ട് ഒരുപാട് ആളുകൾ ഗുരുവിനെ കണ്ടിട്ടുണ്ട്. പണ്ഡിതന്മാർ കണ്ടിട്ടുണ്ട്, പാമരന്മാർ കണ്ടിട്ടുണ്ട്, സിദ്ധന്മാർ കണ്ടിട്ടുണ്ട്, പലരും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു കവിയുടെ വിലാപം, കവി പറയുകയാണ്, നേരിട്ട് അങ്ങേ ഒരുപാട് പേര് കണ്ടെങ്കിലും നേരായി അറിഞ്ഞില്ല, അങ്ങേ നേരായി ആരും അറിഞ്ഞില്ല എന്ന് ഒരു കവി പാടുന്നുണ്ട്. അതിന്നും 100% സത്യമാണ് എന്ന് മുൻവിധികളില്ലാതെ നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാക്കാം. അപ്പം അങ്ങനെയുള്ള ഒരു അത്ഭുത ചരിതനാണ് ശ്രീനാരായണ ഗുരുദേവൻ. അങ്ങനെയുള്ള ഗുരുവിൻ്റെ, അതായത് തപസ്സിൽ നിന്നും, കഠിനമായ തപസ്സിൽ നിന്നും ഉണ്ടായ ആത്മജ്ഞാനം, ആത്മാനുഭവം, ഇത് സാധനയുടെ ഒരു പടി പോലും നോക്കാത്ത, ശ്രമിക്കാത്ത ആളുകൾ കയറി ആ ഗുരുവിൻ്റെ അപാരമായിട്ടുള്ള ആ ജ്ഞാനത്തിൻ്റെ അനുഭവത്തെ വിശദീകരിക്കുവാൻ ശ്രമിക്കുമ്പോൾ ആ ഗുരുവിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ പാതകമാണ്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചും വളരെ ഭയഭക്തിയോടും കൂടിയൊക്കെ തന്നെ വേണം ഇങ്ങനെയുള്ള വലിയ കൃതികൾ. ഇപ്പോൾ ദൈവദശകം നമ്മൾ നോക്കുന്നു, അത് ഒരു പ്രാർത്ഥനാ ഗീതമായിട്ടാണ് പലപ്പോഴും ആളുകൾ കാണുന്നത്. പക്ഷേ ഏറ്റവും ശുദ്ധമായ ഈ ഉപനിഷത്തുക്കളുടെ അല്ലെങ്കിൽ പുരാണങ്ങളിലൊക്കെ പറയാൻ ശ്രമിച്ചിട്ടുള്ള ആ പരമ്പൊരുളിനെ ആണ് ഗുരു 10 ശ്ലോകങ്ങളിലൂടെ ഗുരു നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നൊന്നായി എണ്ണി തൊട്ട് എണ്ണം പൊരുളൊടുക്കാത്തത് കൊണ്ടാണ് നമ്മൾക്കിപ്പോഴും ഈ ഭവാബ്ദിയിൽ, ഈ സംസാരത്തിൽ നമ്മൾ കിടന്ന് കഷ്ടപ്പെടുന്നു. അപ്പോൾ ആ ഒരു നമ്മൾ എത്രമാത്രം നമുക്ക് ഈ സത്യത്തെ, ഈ എന്നെക്കുറിച്ച് അറിയാനുള്ള ആ ഒരു തീവ്രമായിട്ടുള്ള മുമുക്ഷുത്വം നമ്മളിലുണ്ടോ, അതിനെ ആശ്രയിച്ചിരിക്കും നമ്മളുടെ ജ്ഞാനത്തിൻ്റെ ആ തെളിച്ചം. അപ്പം അങ്ങനെ ഒരു തെളിച്ചത്തിലേക്ക് നമുക്ക് വരണമെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ എങ്ങനെ നമുക്ക് എത്തിപ്പെടാം, അതിനെ എങ്ങനെ നമുക്ക് നിലനിർത്തിക്കൊണ്ടു പോകാം. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെയുള്ള വളരെ ഗഹനമായിട്ടുള്ള ചർച്ചയാണ്, അല്ലെങ്കിൽ ഗഹനമായിട്ടുള്ള ഒരു അന്വേഷണമാണ് ഗുരു ഈ ആത്മോപദേശ ശതകത്തിലെ ഒക്കെ നടത്തുന്നത്. അപ്പോൾ ഗുരു അതിൽ പറയുന്നുണ്ട്, ഒരു ശിഷ്യൻ ഗുരുവിനെ സമീപിച്ച്, നമ്മുടെ ബ്രഹ്മോദ്യ പഞ്ചകത്തിലൊക്കെ സൂചിപ്പിക്കുന്ന പോലെ തന്നെ ആ ഗുരുവിനെ കണ്ട് പ്രണതി സേവാദേഹി പ്രസന്നം, ഗുരുവിനെ പ്രണമിച്ച് സേവകളൊക്കെ ചെയ്ത് പ്രസന്നനാക്കിയിട്ട് വേണം ഈ ചോദ്യങ്ങൾ ചോദിക്കാനെന്നാണ് ആത്മോപദേശ ശതകത്തിലും ഗുരു അങ്ങനെ തന്നെ അത് പറയുന്നുണ്ട്, വളരെ ലളിതമായിട്ട്. അപ്പോൾ നമ്മൾ ആ ശ്ലോകങ്ങളൊക്കെ നിങ്ങൾ പലതും കാണുകയും കേൾക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും, ഞാൻ 5-ാമത്തെയും 6-ാമത്തെയും 7-ാമത്തെ ശ്ലോകം ചെറുതായിട്ടൊന്ന് 3 ശ്ലോകം ഞാൻ സാറിനോട് പറഞ്ഞെങ്കിലും എനിക്കറിയില്ല നമ്മൾ ഈ സമയത്തിനുള്ളിൽ അത് എത്രമാത്രം നമുക്ക് അതിലൂടെ കടന്നു പോകാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ ഒരുപാട് ക്ലാസ്സുകൾ നിങ്ങൾ ആത്മോപദേശ ശതകത്തെക്കുറിച്ചും ഒക്കെ കേട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് മറ്റ് കൂടുതൽ അതിൻ്റെ ഒരു ഇതിലേക്ക് ഞാൻ പോകുന്നില്ല, പോകേണ്ട ആവശ്യം തോന്നുന്നില്ല. ഇവിടെ 5-ാമത്തെ ശ്ലോകത്തിൽ ഗുരു സൂചിപ്പിക്കുന്നത്, ഉണരരുത് ഇനി ഉറങ്ങിടാതിരുന്നിടണം. ഉണരര് ഉലകരുറങ്ങി ഉണർന്ന് ചിന്ത ചെയ്യും, പലതും ഇതൊക്കെയും ഉറ്റു പാർത്തു നിൽക്കും, വിലമതിയാതെ വിളക്കൊതിക്കുകയും പിൻ പൊലികയും ഇല്ലത് കണ്ടുപോയിടാണ്. അപ്പോൾ ഇവിടെ ഗുരു സൂചിപ്പിക്കുന്ന ഒരു വിളക്കാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നമ്മളിലെല്ലാം ദൃക്കായിട്ട്, സാക്ഷിയായിട്ട്, ഗുരു പറയുന്ന ദൈവമായിട്ടൊക്കെ
നിൽക്കുന്നത് അത് നമ്മളിൽ നിന്ന് വെളിയിലല്ല, നമ്മളിൽ തന്നെയാണ്. അതായത് ഈ ഞാനെന്ന് പറയുന്ന ഈ ദൃശ്യത്തെ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃക്കാണ്. നിന്നിടം ദൃക്ക് പോലുള്ള ദൈവദേശത്തിൽ പറയുന്നത്. അപ്പോൾ ഇതിനെ ഓരോന്നിനും നമ്മൾ എണ്ണി മാറ്റുമ്പോഴാണ് ഈ ദൃക്കിനെ കുറിച്ചുള്ള ആ ബോധ്യം. അപ്പോൾ വേദാന്തത്തിൻ്റെ ഒരു രീതിയാണ് ബ്രഹ്മത്തെ ദൃക്കായിട്ട്, അതേപോലെ സത്ത് ആയിട്ട്, അതുപോലെ വിളക്കായിട്ട്, സ്വയം പ്രകാശമായിട്ട്, അങ്ങനെ പല രീതിയിലും പല വാക്കുകളും അത് ഉപയോഗിക്കുന്നുണ്ട്. ഒന്നിനെ തന്നെയാണ്. അപ്പം ഇവിടെ ഗുരു പറയുന്നത് ഒരിക്കലും ഈ ഉലകർ ഉണർന്ന് ചിന്ത ചെയ്യുമ്പോഴും, ഉലകരെന്ന് പറയുന്നത് നമ്മളെ പോലെയുള്ള അല്ലെങ്കിൽ സാധാരണ വ്യവഹാരത്തിൽപ്പെട്ട് ഉഴലുന്ന ജീവനാണ്. അതായത് അജ്ഞാനത്തിൽപ്പെട്ട് കിടക്കുന്ന ജനങ്ങളാണ് ഉലകർ, ഈ ലോകത്ത് അധിവസിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഈ സംസാര സമുദ്രത്തിൽ പെട്ട് കിടക്കുന്ന ആളുകൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഓരോ ദിവസവും ഓരോ നിമിഷവും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഉലകർ ഉണർന്ന് ചിന്ത ചെയ്യും. അവരുറങ്ങുന്നു, അവരുണരുന്നു, അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കും. നമ്മുടെ ഈ ഉണർവും ഉറക്കവും, ഈ ഉണരുക എന്നുള്ള, അല്ലെങ്കിൽ നമ്മുടെ ഈ ജാഗ്രത അവസ്ഥ, അതിനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഈ ജാഗ്രത അവസ്ഥയിൽ കാണുന്നതെല്ലാം സത്യമാണ് എന്നാണ് നമ്മുടെ ഈ ഉലകരുടെ, അതായത് ഈ അജ്ഞാനത്തിൽപ്പെട്ട് കിടക്കുന്ന ആളുകളുടെ വിചാരം. പക്ഷെ ഗുരു പറയുന്നുണ്ട്, കണ്ണുകൊണ്ട് കാണുന്നതൊന്നും സത്യമല്ല. അപ്പോൾ ഈ കണ്ണുകൊണ്ട് കാണുന്നത് സത്യമല്ല എന്ന് ഗുരു പറയുന്നു. പക്ഷെ നമ്മൾക്ക് അതിനകത്ത് യാതൊരു വിശ്വാസമില്ല. നമ്മൾ അന്വേഷിക്കാൻ പോയിട്ടില്ല, അല്ലേ? നമ്മൾ ആരെങ്കിലും നിങ്ങൾ ഇത്രയും നാളിങ്ങനെയൊക്കെ പഠിപ്പിക്കുകയൊക്കെ ചെയ്തിട്ട് അതിൻ്റെ സത്യാവസ്ഥ എനിക്ക് അറിഞ്ഞേ മതിയാവൂ എന്ന് പറഞ്ഞിട്ട് അന്വേഷിച്ച് പോയിട്ടുണ്ടോ? ഈ കണ്ണുകൊണ്ട് കാണുന്നത് സത്യമല്ല എന്ന് ഗുരു പറയുന്നു. ഈ ഉണർന്നിരിക്കുന്ന അവസ്ഥ സത്യമല്ല. അപ്പോൾ പണ്ട് തന്നെ മഹർഷി പറഞ്ഞിരിക്കുന്ന എന്താണ്? ബ്രഹ്മസത്യം, ജഗത് മിഥ്യ. ബ്രഹ്മം മാത്രമാണ് സത്യമായിട്ടുള്ളത്, ജഗത്ത് മിഥ്യയാണ്. ഈ ഉണർന്നിരിക്കുന്ന ഈ അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഈ മിഥ്യയായിട്ട്, ഇത് മിഥ്യയാണ് എന്ന് നമ്മൾ വെറുതെ പഠിച്ചിട്ടുള്ളൂ, നമ്മൾ കാണാതെ പഠിച്ചു വച്ചിരിക്കുക. പക്ഷെ അത് നമ്മുടെ അനുഭവത്തിൽ വരണ്ടേ ഈ ഉണർന്നിരിക്കുന്ന അവസ്ഥ? എന്തുകൊണ്ട് ഗുരു പറയുന്നു സത്യമല്ല? അപ്പം നമുക്കിതിന് വിശകലനം ആവശ്യമാണ്. അപ്പം നമ്മുടെ മുൻപിൽ ഇരിക്കുന്ന എല്ലാം ജഡമാണ്. ഇപ്പം ഈ കെട്ടിടം, അല്ലെങ്കിൽ ഈ മൈക്ക്, അല്ലെങ്കിൽ പുസ്തകം, ഈ പറയുന്ന സംഭവങ്ങളെല്ലാം ജഡമാണ്. അതിന് സ്വന്തമായിട്ട് ഉണ്മയില്ല. അതുകൊണ്ട് സ്വന്തമായിട്ട് ഉണ്മയില്ലാത്തതിന് ജഡമെന്നാണ് പറയുന്നത്. പക്ഷേ നമ്മൾ കുറച്ചുകൂടി ഒന്ന് ഇതിനെ വിശകലനം ചെയ്ത് നോക്കിയാലോ? അദ്വൈത ദീപികയിലൊക്കെ ഗുരു പറയുന്ന പോലെ ഈ പിരിച്ചു വേറാക്കിയാൽ, ഇതിനൊക്കെ ഒന്ന് പിരിച്ചു നോക്കിയാലോ? ഇപ്പം നമ്മളുടെ മുമ്പിലിരിക്കുന്ന ഈ മൈക്കിനെ നമ്മളിതിനെ പിരിച്ചു നോക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിതിനെ ഓരോന്നിനെ പൊട്ടിച്ച് ഓരോ ചെറിയ പാർട്ടുകളാക്കി, അതിനെ വീണ്ടും പാർട്ടുകളാക്കി ഒക്കെ നോക്കിക്കഴിയും. ഇപ്പോൾ ഈ രൂപത്തിലിരിക്കുന്നതുകൊണ്ട് നമ്മളിതിനെ മൈക്കെന്ന് പറയും. ഈ കെട്ടിടം ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് നമ്മളിതിനെ കെട്ടിടമെന്ന് പറയും. ഈ മേശ ഇങ്ങനെയുള്ളതുകൊണ്ട് മേശാണോ? പക്ഷെ ഇതിനെല്ലാം നമ്മൾ മാറ്റി കഴിയുമ്പോഴോ അത് പിന്നെ വെറുതെ മണൽത്തരികൾ അല്ലെങ്കിൽ മരത്തിൻ്റെ പീസുകൾ എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഇതിനെ കൂട്ടിയിട്ടാലും നമ്മളത് പറയത്തില്ല. അതേപോലെ തന്നെയാണ് നമ്മുടെ ഏറ്റവും അടുത്ത, ഇപ്പോൾ വെളിയിലുള്ള കാര്യത്തെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. പക്ഷേ ഏറ്റവും അടുത്തായിട്ട് നിൽക്കുന്ന നമ്മുടെ ശരീരം, എൻ്റെ ശരീരമെന്നാണ് പറയുന്നത്. ഞാൻ ശരീരമെന്ന് പറയാറില്ല, എൻ്റെ ശരീരം എന്ന് പറയുന്നത്. അപ്പം ഞാൻ വേറെയാണ്, ശരീരം വേറെയാണ്. പക്ഷേ ഈ ദൃശ്യമായിട്ടുള്ള ഈ ശരീരത്തെ പരിപാലിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എത്രയോ കഷ്ടപ്പെടുന്നത്. പക്ഷേ ഇത് എപ്പോൾ വേണമെങ്കിലും പണിമുടക്കാം, എപ്പോൾ വേണമെങ്കിലും ഇത്
വിട്ടുപോകാം. ഇത് വിട്ടുപോകുമ്പോൾ നമ്മൾ പറയും മരണമെന്ന് പറയും, അല്ലേ? ഈ ശരീരത്തിലുള്ള സത്ത് വിട്ടുപോകുമ്പോൾ അതിനാണ് മരണമെന്ന് പറയും. അപ്പോൾ ഈ കണ്ണുകൊണ്ട് കാണുന്ന ഈ ജാഗ്രത അവസ്ഥ എന്ന് പറയുന്നത് ഇങ്ങനെ പിരിച്ചു നോക്കുമ്പോൾ അത് സത്യമല്ല. അത് സത്യമാണ് എന്ന് വിചാരിച്ചുകൊണ്ടാണ് നമ്മുടെ പ്രവൃത്തികളെല്ലാം. പക്ഷേ ഇതിനെ നമ്മളിങ്ങനെ പാർട്ട് ബൈ പാർട്ടായിട്ട് നമ്മളതിൻ്റെ ഏറ്റവും ഉള്ളിലേക്ക്, ഇപ്പോൾ മോഡേൺ സയൻസ് പറയുന്നു ഇത് ആറ്റംസ് ആണ്. ഇതിനെ നമ്മൾ തിരിച്ചു കഴിയുമ്പോൾ ആറ്റമായിട്ട് കിട്ടും. ആ ആറ്റത്തെയും നമ്മൾ വിഘടിപ്പിക്കുമ്പോഴോ അത് ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോണും ഒക്കെ ആയിട്ട് സയൻസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോൾ അത് വീണ്ടും നാനോ ഫിസിക്സിലേക്ക് വന്നിട്ടുണ്ട്. അതിനെയും വീണ്ടും. പക്ഷേ അതൊക്കെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ ചലിപ്പിക്കുന്നത് എന്ത് എന്നുള്ളതാണ്. അപ്പോൾ ഈ നമ്മുടെ ഈ ജാഗ്രത അവസ്ഥയിൽ നമ്മൾ കാണുന്നതെല്ലാം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ചലിച്ചുകൊണ്ടിരിക്കുന്നതിനെ കാണുന്നത് ചലിക്കാത്ത ഒന്നാണ്. അതാണ് പ്രധാനപ്പെട്ട സംഭവം. അതിനെയാണ് ദൃക്കെന്ന് പറയുന്നത്. അപ്പോൾ മാറാതെ നിൽക്കുന്നത്, ഈ മാറ്റങ്ങളെല്ലാം കണ്ടുകൊണ്ട് മാറാതെ ഇരിക്കുന്നത് ഏതോ അതിനെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്ന ഏതൊന്നാണോ ഉള്ളത് അതിനെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അപ്പോൾ ഈ ഉലകർ, ഈ അജ്ഞാനത്തിൽപ്പെട്ട് കിടക്കുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു ചിന്ത അവരിലേക്കില്ല. പലതും അതിനെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട്. അവർ ഇങ്ങനെ ഇത് സത്യമാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് അവരുടെ ഓരോരോ പ്രവൃത്തികളും. അതുകൊണ്ടാണ് ഉലകർ ഉറങ്ങി ഉണർന്ന് വേല ചെയ്യും. അവരിങ്ങനെ നിരന്തരമായിട്ട് ഓരോ ജോലികളിൽ വ്യാപൃതരാണ്. പലതും ഇതൊക്കെയും ഉറ്റുപാർത്ത് നിൽക്കും. ഇതിനെയൊക്കെ ഉറ്റുപാർത്ത് അത്രയും ഇതോടുകൂടി ചേർന്ന് നിൽക്കുന്ന, പാർത്ത് കണ്ടു നിൽക്കുന്നു. അവിടെയാണ് ആ നിൽക്കുന്ന വിലമതിയാത്ത വിളക്ക്, അല്ലേ? വിലമതിയാത്ത വിളക്ക് ഉദിക്കയും പിൻ പൊലികയുമില്ല. ആ വിളക്ക് ഒരിക്കലും ഉദിക്കുന്നില്ല, അത് പൊലിഞ്ഞു പോകുന്നില്ല. അതിനെ കണ്ടുപോകണമെന്ന് പറയാം. ഇത് നമ്മളുമായിട്ട് എന്താണ് ബന്ധം, അല്ലേ? ഇത് നമ്മളിതിപ്പോൾ ചൊല്ലി, അപ്പോൾ ഇത് വേറൊരു സംഭവത്തെയാണോ, വേറൊരു വിളക്കിനെ കുറിച്ചാണോ പറയുന്നത്? അപ്പം നമ്മൾക്കിതുമായിട്ട് ബന്ധമില്ലെങ്കിൽ ഇതെന്തിനാ പഠിക്കുന്നത്? ഇത് മനസ്സിലാക്കിയിട്ടുള്ള കാര്യം ഇത്. അതുകൊണ്ട് തന്നെ നേരത്തെ സൂചിപ്പിച്ചു, നമ്മളെക്കുറിച്ചാണ് ഗുരു പറയുന്നത്. ഈ ശരീരത്തിനകത്ത് കുടികൊള്ളുന്ന ഈ സത്തിനെക്കുറിച്ച്, വിലമതിയാത്ത വിളക്കെന്ന് പറയുന്നത് ഈ എല്ലാത്തിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട്, നമ്മുടെ ജാഗ്രത അവസ്ഥയെയും സ്വപ്നാവസ്ഥയെയും ഒക്കെ പ്രകാശിപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന, മാറാതിരിക്കുന്ന, ഒരിക്കലും ഉദിച്ചിട്ടില്ലാത്ത, ഒരിക്കലും പൊലിഞ്ഞു പോകാത്ത ആ വിളക്ക് അത് നമ്മുടെ ഉള്ളിലുണ്ട്. അതാണ് ഞാൻ 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 എന്ന് പറയുന്നത്. ഈ സോക്കോൾഡ് ഉപരിപ്ലവമായിട്ടുള്ള ഞാനല്ല, അതിനെയും പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതിന് ഉത്തമ ഉദാഹരണമാണ് നമ്മളുടെ ഗാഠനിദ്ര, ഡീപ് സ്ലീപ്പ്. അതൊരു അവസ്ഥയായിട്ട് പലപ്പോഴും പലരും പറയാറുണ്ട്. ജാഗ്രത, സ്വപ്നം, സുഷുപ്തി. അപ്പോൾ ഇവിടെ ഈ ജാഗ്രത നമ്മൾ നേരത്തെ പറഞ്ഞു, മനസ്സിലാക്കി, ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് ഇത് സത്യമല്ല. സ്വപ്നം, നമുക്കെല്ലാവർക്കും സ്വപ്നങ്ങൾ നമ്മൾ കാണാറുണ്ട്. ആ സ്വപ്നത്തിൽ കണ്ട് പലതും നമ്മൾ പേടിക്കാറുണ്ട്. പല സ്വപ്നത്തിലും ഇപ്പോൾ വെളുപ്പാങ്കാലത്ത് കാണുന്ന സ്വപ്നം സത്യമാണെന്ന് നമ്മൾ പറയും, അല്ലെ? അങ്ങനെ സംഭവിക്കാം. അപ്പോൾ ഈ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അയാൾക്കത് ജാഗ്രതാണ്. ഇപ്പോൾ നമ്മൾ ഈ ഉണർന്നിരിക്കുന്ന ഈ ജാഗ്രത അവസ്ഥയിൽ ഇരുന്നു കൊണ്ടാണ് അവിടെ സ്വപ്നം കണ്ട കാര്യം പറയുന്നത്. ആ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പം നമ്മൾ സ്വപ്നം കാണുകയാണ്. അപ്പോൾ സ്വപ്നത്തിലെ ആ സ്വപ്നം കാണുന്ന ആള് ഇത് സ്വപ്നമാണെന്ന് പറയും, ഇവിടുത്തെ ആള് അത് സ്വപ്നമാണെന്ന് പറയും. അപ്പോൾ നമ്മൾ പറയും, ഇപ്പം നമ്മൾ കുറച്ച് നേരം ഉറങ്ങിയുള്ളൂ, 5 മിനിറ്റ് ഉറങ്ങിയുള്ളൂ, പക്ഷേ അവിടെ 24 മണിക്കൂറൊന്നും ഇല്ലല്ലോ, നമ്മൾ ചിന്തിക്കും, അല്ലേ? പക്ഷേ
സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന ആൾക്ക് സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന ഈ സമയത്ത് അവിടെ 24 മണിക്കൂർ ഇല്ലായിരുന്നു. നിങ്ങളൊക്കെ സ്വപ്നം കണ്ടപ്പോൾ അവിടെ 24 മണിക്കൂർ ഇല്ലായിരുന്നു. ഇതിൻ്റെ കൂടെ ചിന്തിക്കേണ്ടതാണ്, നമ്മൾ ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പോൾ ദിവസവും നമ്മൾ സ്വപ്നം കാണാറുണ്ട്. സ്വപ്നം കാണാത്ത ആൾക്കാരില്ല. ഒരുപക്ഷെ ഗാഠനിദ്രയ്ക്ക് മുൻപ് വരുന്ന സ്വപ്നം പിന്നെ നമ്മൾ ചിലപ്പോൾ ഓർക്കാറില്ല. ഗാഠനിദ്രയ്ക്ക് ശേഷം വരുന്ന സ്വപ്നം നമുക്ക് വളരെ ക്ലിയർ ആയിട്ടുണ്ടാവും. പക്ഷെ നമ്മളെ സ്വപ്നത്തെക്കുറിച്ച് വിശകലനം ചെയ്യാറില്ല എന്നുള്ള. മഹർഷി അങ്ങനെയല്ല. മഹർഷി കൃത്യമായിട്ട് അത് വിശകലനം ചെയ്തു തന്നെയാണ് പോകുന്നത്. നമ്മുടെ ഓങ്കാരം, അത് അകാരം, ഉകാരം, മകാരം, ഈ ജാഗ്രത സ്വപ്ന സുഷുപ്തി. അകാരം എന്ന് പറയുന്നത് ജാഗ്രത അവസ്ഥ, ഉകാരം എന്ന് പറയുന്നത് സ്വപ്നാവസ്ഥ, മകാരം എന്ന് പറയുന്നത് സുഷുപ്തി അവസ്ഥ. അപ്പോൾ അതിനെക്കുറിച്ച് മാണ്ഡവ്യോപനിഷത്ത് വളരെ വ്യക്തമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ജാഗ്രത അവസ്ഥ എങ്ങനെയാണ് എന്ന് നന്നായിട്ട് വിശകലനം ചെയ്യാം. ശ്രീനാരായണ ഗുരുദേവൻ അത് വളരെ സിമ്പിളായിട്ട് പല പല സ്ഥലങ്ങളിലും അത് എടുത്തു പറയുന്നുണ്ട്. ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണം പൊരുളെടുക്കുക എന്ന് പറയുന്നു. അതേപോലെ ഓരോന്നതായി അവയവം പിരിച്ച് ഉലകമില്ലെന്ന് പറയുന്നു. ഇങ്ങനെ പല തലത്തിലും എല്ലാ മഹർഷിമാരും ഒരുപോലെയാണ് പറയുന്നത്. ഇത് ഈ ജാഗ്രത അവസ്ഥയുടെ നിരർത്ഥകതയെക്കുറിച്ച്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്കൊരു വ്യക്തമായൊരു ബോധ്യം വന്നാൽ മാത്രമേ സ്വപ്നാവസ്ഥയും ഇതുപോലെ തന്നെയാണ് തിരിച്ചറിയാൻ പറ്റും. സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെ 24 മണിക്കൂറുണ്ട്. നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇത് ഞാൻ സ്വപ്നമാണ് കാണുന്നത്, ഞാൻ വണ്ടിക്ക് സൈഡ് കൊടുക്കത്തില്ല, ഞാനിങ്ങനെ പോകത്തുള്ളൂ എന്നൊന്നും പറയാറില്ല. നമ്മൾ കൃത്യമായിട്ട് അവിടെ സൈഡ് കൊടുക്കും, നമുക്ക് വിശക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കും, എല്ലാം ഉണ്ട്. ഇതുപോലെ തന്നെയാണ്. പക്ഷെ നമ്മൾ അതിനെ ആ രീതിയിൽ കണ്ടിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ ഈ ജാഗ്രതും സ്വപ്നവും കൃത്യമായി നമുക്ക് വിശകലനം ചെയ്ത് മനസ്സിലാക്കിയാൽ മാത്രമേ ഇതിനെ രണ്ടിനെയും പ്രകാശിപ്പിക്കുന്നത്, ഈ ജാഗ്രത അവസ്ഥയെയും സ്വപ്നാവസ്ഥയെയും പ്രകാശിപ്പിക്കുന്നതാണ് ഗുരു സൂചിപ്പിക്കുന്ന വിലമതിയാത്ത വിളക്ക്. അത് നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കുകയാണ്. നമ്മുടെ എപ്പോഴും നമ്മൾ ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ എന്നൊക്കെ പറയുമ്പോഴും നമ്മുടെ ശരീരത്തിന് മാറ്റം ഉണ്ടാകുന്നു, നമ്മുടെ മനസ്സിന് മാറ്റം ഉണ്ടാകുന്നു, നമ്മുടെ ബുദ്ധിക്ക് മാറ്റം ഉണ്ടാകുന്നു, അതുപോലെ എല്ലാത്തിനും മാറ്റം ഉണ്ടാകുന്നു. അതൊക്കെ മാറുമ്പോഴും മാറാതെ ഇരിക്കുന്നതാണ് ഈ ഞാൻ. അത് ആണ് ആ വിളക്ക്. അതൊരിക്കലും അണഞ്ഞു പോയിട്ടില്ല. അതൊരിക്കലും ആരും പോയി ഇപ്പം നമ്മളിവിടെ വിളക്ക് തെളിച്ച പോലെ തെളിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് അണഞ്ഞു പോകുന്നില്ല. അപ്പം ഇങ്ങനെ ഈ ജാഗ്രതത്തിലും സ്വപ്നത്തിലും ഒക്കെ മാറാതെ ഇതിനെല്ലാത്തിനും സാക്ഷിയായിട്ട് എല്ലാത്തിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഇരിക്കുന്ന ആ വിളക്കിനെ കണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ പരമഗുരു കൃത്യമായിട്ട് ഇവിടെ ഈ സംസാര ദുഃഖത്തിൽ പെട്ട് കിടന്നുഴലുന്ന ജനത്തിന് ഇനി ദുഃഖിക്കണ്ട എന്ന് ഉള്ളൊരു തലത്തിലേക്ക് അവന് മാറണമെങ്കിൽ ഇത് വ്യക്തമായിട്ട് സാക്ഷാത്കരിക്കാൻ പറ്റണം. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ എളുപ്പമാണ്. പക്ഷെ നമ്മുടെ ജന്മജന്മാന്തരങ്ങളായിട്ട് വരുന്ന ഒരുപാട് വാസനകളുണ്ട്. നമ്മൾ ചെയ്തു കൂട്ടിയിട്ടുള്ള നല്ലതും ചീത്തയുമായിട്ടുള്ള ഒരുപാട് കർമ്മങ്ങളുണ്ട്. അതെല്ലാം അങ്ങനെ സ്റ്റോക്കായിട്ട് കിടക്കുകയാണ്. അത് കെട്ടിക്കിടക്കുകയാണ്. ഇപ്പം നമ്മുടെ സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണ ശരീരം, ഈ 3 ശരീരങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ ഈ സ്ഥൂല ശരീരം മാത്രമേ ഇവിടെ വിട്ടുപോകുന്നുള്ളൂ, മരണമെന്ന് പറയുന്നത്. സൂക്ഷ്മ ശരീരവും കാരണ ശരീരവും വിട്ടുപോകുന്നില്ല. അത് വീണ്ടും യാത്ര ചെയ്യുകയാണ്. അടുത്ത നല്ലൊരു ഈ കർമ്മത്തിന്, ഈ ജീവൻ ഇവിടെ ചെയ്തിട്ടുള്ള കർമ്മത്തിനനുസരിച്ച് അടുത്ത ഒരു അച്ഛൻ്റെയും അമ്മയുടെയും മകനോ മകളോ ആയിട്ട് അവർ ജനിക്കുകയാണ്. ഇത് നിരന്തരം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ യുക്തിക്കും ബുദ്ധിക്കും ചിലപ്പോൾ അത് മനസ്സിലാകണമെന്നില്ല. കാരണം നമ്മൾ അത്ര കടന്ന് ചിന്തിച്ചിട്ടില്ല. നമ്മൾ ആധുനിക സയൻസിൻ്റെയൊക്കെ ഒരു ഹാലൂസിനേഷനിൽ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ യുക്തി, നമ്മുടെ ബുദ്ധി ഒക്കെ നമ്മൾ വീണ്ടും വീണ്ടും അപ്ലൈ ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്ക് ഇതൊരു വല്ലാത്തൊരു ലോകമാണ്.
അപ്പോൾ അദ്വൈത ചിന്ത എന്ന് പറയുന്നത് മടിയന്മാരെ സൃഷ്ടിക്കാനുള്ളതല്ല. ഇപ്പോൾ പലപ്പോഴും പറയും ആധ്യാത്മികത അവർ മഹാമടിയന്മാരാണ്. യഥാർത്ഥത്തിൽ ഈ കാര്യം മനസ്സിലാക്കിയവരാരും മടിയന്മാരല്ല, ഇത് മനസ്സിലാക്കാത്തവരാണ് മടിയന്മാർ. അപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ ഉദാഹരണം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഈ ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്ന് പറയുന്ന അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളല്ലേ. പക്ഷേ ആ ഗുരു ഇതെല്ലാം നിരർത്ഥകമാണ്, അല്ലെങ്കിൽ ഇതെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നതാണ് എന്നറിഞ്ഞിട്ടും നമ്മളോട് നിങ്ങൾ എങ്ങനെ നല്ലതായിട്ട് ജീവിക്കണം, നിങ്ങളെങ്ങനെ ശുദ്ധമായിട്ടിരിക്കണം, പഞ്ചശുദ്ധിയെ പോലും, അതുപോലെ എങ്ങനെ കൃഷി ചെയ്യണം, മാതാപിതാക്കളോട് എങ്ങനെ പെരുമാറണം, കുട്ടികളെ എങ്ങനെ വിവാഹം കഴിപ്പിച്ച് അയക്കണം, ക്ഷേത്ര ആചാര അനുഷ്ഠാനങ്ങൾ എങ്ങനെയായിരിക്കണം എന്നൊക്കെ എത്രയോ നൂറ് കാര്യങ്ങൾ ഗുരു നമുക്ക് പങ്കുവച്ചു തന്നു. ആള് ഈ ജഗത്ത് മിഥ്യയാണ്, ഈ കാണുന്നതെല്ലാം കണ്ണുകൊണ്ട് കാണുന്നത് സത്യമല്ല എന്ന് പറഞ്ഞ ആള് തന്നെയാണ്. എന്നിട്ട് എന്തിനാണ് ഗുരു ഇതൊക്കെ പറഞ്ഞു തന്നത്? അപ്പം നമ്മുടെ തലത്തിലേക്ക് ഗുരു ഇറങ്ങി വരികയാണ്. ഗുരുവിൻ്റെ അല്ലെങ്കിൽ നമ്മളും ആ ഒരു ജ്ഞാനത്തിൻ്റെ തലത്തിലെത്തുമ്പോൾ നമുക്കും അത് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ഉയർന്ന തലത്തിലെത്താൻ പറ്റാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഗുരു ഏറ്റവും താഴെയുന്ന തന്നെ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കാൻ ശ്രമിച്ചത്. പക്ഷെ നമുക്കതൊന്നും ഇപ്പോഴും വലിയ വിലയൊന്നും നമ്മൾ കൊടുക്കുന്നില്ല, അല്ലേ? നമ്മൾ മിടുക്കന്മാരാണ് എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോഴും നടക്കുകയാണ്. എന്നാൽ ഈ രീതിയിൽ കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ടോ? അതൊട്ടില്ലാതാണ്. അപ്പോൾ ഗുരുവിനെ പഠിപ്പിക്കുന്ന, ഗുരുവിനെ തിരുത്താൻ ശ്രമിക്കുന്ന ആളുകളാണ് ഇപ്പോഴും നമ്മുടെ ഇടയിലുള്ളത്, അല്ലേ? ഗുരുവിനെ തിരുത്താൻ ശ്രമിക്കുകയാണ്. ഗുരുവിനതിന് വ്യക്തമായിട്ടുള്ള ഇതില്ല. അപ്പോൾ ഗുരുവിൻ്റെ പേരിലാണ് ജീവിക്കുന്നത്, എന്നിട്ട് ആ ഗുരുവിനെ നമ്മൾ തിരുത്താൻ നോക്കുക. അപ്പോൾ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഇത് മനസ്സിലായിട്ടില്ല ഈ കാര്യം ആ രീതിയിലേക്ക്. ഇപ്പോൾ ആത്മോപദേശ ശതകത്തിൽ ഗുരു സൂചിപ്പിക്കുന്ന ഈ വിളക്കിനെ കുറിച്ച്, നമ്മുടെ ഉള്ളിൽ പ്രകാശിക്കുന്ന, നമ്മൾ ഓരോരുത്തരും പ്രകാശങ്ങളാണ്. ഈ പ്രകാശത്തിന് വേരിയേഷൻ, ഭേദവ്യത്യാസമില്ല. അപ്പോൾ എല്ലാവരുടെയും ഉള്ളിൽ പ്രകാശിക്കുന്ന ഒരേ ചൈതന്യമാണ് എങ്കിൽ ജാതിയുടെയും മതത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും വർഗത്തിൻ്റെയും പേരിൽ, രാഷ്ട്രത്തിൻ്റെയൊക്കെ പേരിൽ എന്തിനാണ് ഇവിടെ കൊലപാതകങ്ങൾ നടത്തുന്നത്? എന്തിനാണ് ആളുകൾ ഇത്രയും മാത്രം കുടിച്ച് മരിക്കുന്നത്? നമ്മുടെ കണക്കനുസരിച്ച്, ലേറ്റസ്റ്റ് കണക്കനുസരിച്ചിട്ട് 40% പേരും മയക്കുമരുന്നിനും മദ്യത്തിനും അടിമകളാണ്. അപ്പോൾ ഗുരു അന്ന് സൂചിപ്പിച്ചു, ബുദ്ധേഹേ വൈകല്യജനകം മദ്യം. ബുദ്ധിക്ക് വൈകല്യം ഉണ്ടാക്കുന്നതാണ് മദ്യം. അത് കുടിക്കുന്നത് മാത്രമല്ല, ഈ ബുദ്ധിക്ക് വൈകല്യം ഉണ്ടാക്കുന്ന ഏത് രാസപദാർത്ഥവും മദ്യമാണ്. പക്ഷെ നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെയൊക്കെ ഏറ്റവും വലിയ വരുമാന മാർഗം എന്താണ്? ഈ മദ്യമാണ്. നമ്മുടെ സിറ്റിയിലൊക്കെ കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ്സാണ് ദിവസവും നടക്കുന്നത്. നമ്മുടെയൊക്കെ മക്കൾ അതിൽ പോകുന്നില്ല, പെട്ടിട്ടില്ല എന്ന് നമ്മൾ വിചാരിക്കുകയാണ്. ഓരോ അച്ഛനും അമ്മയും വിചാരിക്കുന്നതാണ്. കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് അവിടെ അരുവിപ്പുറത്ത് നദിയിൽ കുളിക്കാൻ വേണ്ടിയിട്ട് കുറേ കോളേജ് കുട്ടികൾ വന്നു. കോളേജിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, അത് പിന്നെ അവർക്ക് വിഷമമുണ്ടാവും. BA ഫൈനൽ ഇയർ പഠിക്കുന്ന 11 കുട്ടികൾ, 5 പേര് ആൺകുട്ടികൾ, 6 പേര് ആൺകുട്ടികളും 5 പെൺകുട്ടികളും. അവരാ നദിയിൽ വന്ന് കിടന്ന് കുളിച്ച് മറിഞ്ഞ് ഒരു കുട്ടി ആ വെള്ളത്തിൽ മുങ്ങിപ്പോയി. ശ്രീനാരായണ ഗുരുദേവൻ ശിവലിംഗം മുങ്ങിയെടുത്ത ശങ്കരൻകുഴിയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് മുങ്ങിപ്പോയി. സാധാരണ ആ ശങ്കരൻകുഴിയിൽ പരിസരത്ത് ആരും വന്ന് കുളിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ വലിയ ബഹളമൊന്നും കാണിക്കാറില്ല. കുട്ടികൾ, ഇവർക്കറിയില്ല, ഇവർ ഉള്ളിൽ കിടക്കുന്ന വേറെ പലതും ആണല്ലോ, ആയിരിക്കണം. എന്തായാലും ഒരു കുട്ടി മുങ്ങിപ്പോയി. ഈ 10 പേരും ഇത് കണ്ടതാണ്. അവർക്ക് യാതൊരു വികാരവും ഉണ്ടായില്ല. കൂടെയുള്ള ഒരാൾ മുങ്ങിപ്പോയി, അയാൾക്ക് നീന്തലറിയില്ല, രക്ഷിക്കണം. സ്വന്തമായിട്ട് രക്ഷിക്കാൻ പറ്റില്ലെങ്കിലും ഒന്ന് വിളിച്ചു കൂവിയാൽ അവിടെ അടുത്ത ആൾക്കാരുണ്ട്, അവർ വരും. അതിനു പോലും തോന്നാത്ത രീതിയിൽ
ഈ കുട്ടികളുടെ മാനസികാവസ്ഥ മാറിയിരിക്കുന്നു, സ്വബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു. പെൺകുട്ടികൾ ഉടനെ അവിടെ നിന്ന് എസ്കേപ്പായി. ബാക്കി ആൺകുട്ടികൾ അവിടെ നിന്ന്. അപ്പോഴേക്കും പോലീസ് വന്നു. പോലീസ് വന്ന് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. കുറേ കഴിഞ്ഞപ്പോഴാണ് പറയുന്നത്, ഞങ്ങളിൽ ഒരാൾ മിസ്സായി. അപ്പോൾ ആ സ്ഥലം ചോദിച്ചപ്പോൾ ഓരോ സ്ഥലങ്ങളാണ് പറയുന്നത്. അപ്പോഴേക്കും ഫയർഫോഴ്സ് വന്നു. ഒരുപാട് നിർബന്ധിച്ച് ചോദിച്ചപ്പോഴാണ് ഇന്ന സ്ഥലമെന്ന് പറയുന്നത്. അവിടെ മുങ്ങിയപ്പോഴേക്കും ഏകദേശം 1.25 മണിക്കൂർ കഴിഞ്ഞു, തീർന്നു. അപ്പോൾ തിരുവനന്തപുരത്തുള്ള കുട്ടിയാണ്, ഈ മരിച്ചത് തിരുവനന്തപുരത്തുള്ള കുട്ടിയാണ്. അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട് പൈസ സമ്പാദിച്ച് മക്കൾക്ക് കൊടുക്കുകയാണ്. ചോദിക്കാൻ അച്ഛനും അമ്മയ്ക്കും അധികാരമില്ല, അധികാരികൾക്ക് ചോദിക്കാൻ പറ്റുന്നില്ല. അവർ പറഞ്ഞു, ഞങ്ങൾ അഡൽട്സാണ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വാതന്ത്ര്യം, ഞങ്ങളുടെ കാഴ്ചപ്പാടുകൾ നഷ്ടപ്പെട്ടപ്പോൾ ആർക്ക് നഷ്ടപ്പെട്ടു? ആ കുട്ടിക്ക് നഷ്ടപ്പെട്ടു, ആ കുട്ടിയുടെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു. പോലീസ് ഇവരുടെ എല്ലാം വീടുകളിൽ വീണ്ടും പോയി അന്വേഷിച്ചു. പെൺകുട്ടികൾ പറഞ്ഞു, ഞങ്ങൾക്കറിയില്ലെന്നോ. അതുവരെ ആ വെള്ളത്തിൽ കെട്ടിമറിഞ്ഞ് കിടന്നവരാണ്. കാര്യത്തോടടുത്തപ്പോൾ ഇവർ കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല, അറിയുന്നില്ല. അപ്പം നമ്മളിങ്ങനെയൊക്കെയുള്ള വേദാന്തമൊക്കെ പഠിക്കുകയും ഇതും നമ്മുടെ ദൈനംദിന ജീവിതവുമായി ബന്ധമില്ല എങ്കിൽ ഈ വിദ്യയ്ക്ക് എന്ത് പ്രയോജനമാണുള്ളത്? ഈ വിദ്യയ്ക്കെന്നല്ല, ഏത് വിദ്യയ്ക്കും. ഇതിപ്പോൾ ആധ്യാത്മികത പറയുമ്പോൾ പലരും പറയും ഇതൊക്കെ ഒരു ഒളിച്ചോട്ടമാണ്. ആധ്യാത്മികതയിലേക്ക് ആൾക്കാർ ഇപ്പോൾ സ്വാമിയായിട്ട് പോയാൽ പറയും അത് ഒളിച്ചോട്ടമാണ്, ദൈനംദിന ഈ ജീവിതത്തിൽ നിന്നുള്ളൊരു ഒളിച്ചോട്ടം. പക്ഷേ ശരിക്കും ആരാണ് ഒളിച്ചോടുന്നത്? പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ കെൽപ്പില്ലാത്ത ആളുകളല്ലേ ഒളിച്ചോടുന്നത്. അതിനല്ലേ ഈ മദ്യത്തിനെയും മയക്കുമരുന്നിനെയും നമ്മൾ കൂട്ടുപിടിക്കുന്നത്. ഈ സമൂഹം, നമ്മുടെ ഇത്രമാത്രം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. നമ്മൾ സ്കൂളുണ്ട്, കോളേജുണ്ട്, അതുപോലെ ഹയർ എഡ്യൂക്കേഷൻ, എന്തെല്ലാം സിസ്റ്റമാണ് ഇവിടെ ഉള്ളത്. കേരളത്തിലുണ്ട്, കേരളത്തിന് പുറത്തുണ്ട്, ലോകത്തുണ്ട്, എല്ലാം ഉണ്ട്. ഇവിടെയൊക്കെ നമ്മൾ മക്കളെ വിട്ട് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഈ ഡിഗ്രികളെല്ലാം കിട്ടിക്കഴിയുമ്പോൾ, വിവാഹം കഴിഞ്ഞു കഴിയുമ്പോൾ എങ്ങനെ ജീവിക്കണമെന്ന് ഇത്രയും വർഷത്തെ പഠനത്തിൽ നിന്ന്, ഇത്രയും വർഷത്തെ എത്രയോ ലക്ഷക്കണക്കിന്, ചിലർ കോടിക്കണക്കിന് രൂപയാണ് മകനെയും മകളെയും പഠിപ്പിക്കാൻ വേണ്ടി ചെലവഴിച്ചിട്ടുള്ളത്. പക്ഷേ വിവാഹം കഴിഞ്ഞു കഴിയുമ്പോൾ എങ്ങനെ ഇവർ രണ്ടുപേരും ജീവിക്കണമെന്ന് ഈ വിദ്യാഭ്യാസ സമ്പ്രദായം നമ്മൾ പഠിപ്പിക്കുന്നില്ല. ഉണ്ടോ? നമ്മൾ ആലോചിച്ച് നോക്കണം. നമ്മൾ പറയുന്നു എൻ്റെ മകൻ ഡോക്ടറാണ്, എൻ്റെ മകൾ ഡോക്ടറാണ്, എൻജിനീയറാണ്, സയൻറ്റിസ്റ്റാണ്, ഒക്കെയാണ്. പക്ഷേ എങ്ങനെ ജീവിക്കണം, മക്കളെ എങ്ങനെ വളർത്തണം, അവർക്ക് മക്കളുണ്ടായില്ല, മക്കളെ എങ്ങനെ വളർത്തണം അറിയില്ല. ഉടനെ ഡൈവോഴ്സാണ്, അതല്ലെങ്കിൽ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായിട്ട് മാറുന്നു. വല്ലാത്ത ഒരു ദുരന്തമാണ്. അതിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ഇതൊരു സാങ്കല്പികമായിട്ടുള്ള കാര്യമല്ല, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന വിഷയങ്ങളാണ്. ഇതിന് എന്ത് പരിഹാരം? നമ്മളൊരു സാങ്കല്പികമായിട്ട് ഇതൊക്കെ പഠിച്ച് കുട്ടികളുടെ തലയിൽ കുത്തി നിറച്ച് കുറേ ഇംഗ്ലീഷൊക്കെ പറഞ്ഞ്, കുറേ ടെക്നിക്കൽ വേർഡ്സൊക്കെ പറഞ്ഞ്, കമ്പ്യൂട്ടറും ഇതൊക്കെ പറഞ്ഞു. ശരിയാണ്, നമ്മുടെ ഭൗതികമായിട്ടുള്ള ജീവിതത്തിന് പണം വേണം, മറ്റ് സൗകര്യങ്ങളൊക്കെ വേണം, അതൊക്കെ 100% ശരിയാണ്. അതോടൊപ്പം നമുക്ക് ഇവരെങ്ങനെ ജീവിക്കണം, എങ്ങനെ ശാന്തമായി സ്വസ്ഥമായി. നമ്മൾ ഈ പണം സമ്പാദിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് സുഖമായി ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അത് മാത്രം നമുക്കില്ല. പ്രായമായി കഴിയുമ്പോൾ ഇന്നത്തെ മക്കൾ എന്ത് ചെയ്യുന്നു? അവരെ ഓൾഡ് ഏജ് ഹോമിലേക്ക് കൊണ്ടുവിടുകയാണ്. ചിലർ വേറെ നിർവാഹമില്ലാഞ്ഞിട്ട് വീട്ടിൽ തന്നെ കഴിയും. എവിടെ പോകാനാണ്? ഓൾഡ് ഏജ് ഹോമുകളുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. അവരവിടെ ടി വിയും മറ്റു സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അരിയപ്പുറത്തിനടുത്ത് തന്നെ ഒരു ഓൾഡ് ഏജ് ഹോമുണ്ട്. ഗുരുവിൻ്റെ പേരൊക്കെ ഇട്ടിരിക്കണം, തൃപ്പാദ ചാരിറ്റബിൾ എന്തോ പറഞ്ഞിട്ട്.
അപ്പോൾ അവിടേക്ക് വന്ന് താമസിക്കുന്ന മാതാപിതാക്കൾ എന്ന് പറയുന്നത് സമൂഹത്തിൽ ഉന്നതന്മാരുടെ അച്ഛനൊക്കെയാണ്. എന്തുകൊണ്ട് ഇത്രയും ഉന്നതമായിട്ടുള്ള തലത്തിൽ ജീവിക്കുന്ന മക്കൾക്ക് സ്വന്തം അച്ഛനെയും അമ്മയെയും നോക്കാൻ, എന്നാൽ ഈ അച്ഛനും അമ്മയും എത്ര കഷ്ടപ്പെട്ടാണ് ചെറിയ പ്രായത്തിൽ ഈ മക്കളെ വളർത്തിയത്. നമ്മളൊക്കെ മക്കളാണ് അല്ലേ? അപ്പോൾ ചെറിയ പ്രായത്തിൽ അവരൊക്കെ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് വളർത്തിയത്. അവരൊന്നും അന്നും എന്ത് ചെയ്തിട്ടില്ല, പ്രതിഫലം ആഗ്രഹിക്കുകയോ ഒന്നും വേണ്ടിയിട്ടല്ല. പക്ഷേ വളർന്ന് വലുതായപ്പോൾ അച്ഛനും അമ്മയും വേസ്റ്റായിപ്പോയി. അവരെ നോക്കാൻ നമുക്ക് നേരമില്ല. അവരൊക്കെ ഔട്ട് ഓഫ് റേഞ്ചാണ്. അവരെ അതുകൊണ്ട് എവിടെയെങ്കിലും കൊണ്ടാക്കും. എന്നിട്ട് പറയും ഒരു മിടുക്കന്മാരും മിടിക്കുകയുള്ളൂ. എന്നിട്ട് ഇവരൊക്കെയാണ് സമൂഹത്തിന് മാതൃകയായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു വിദ്യാഭ്യാസം, ഭൗതിക വിദ്യാഭ്യാസമായാലും ശരി, ആത്മീയ വിദ്യാഭ്യാസമായാലും ശരി, മനുഷ്യഗന്ധിയായിട്ടുള്ള, മനുഷ്യനെ തമ്മിൽ തിരിച്ചറിയാനായിട്ടുള്ള ആ ഒരു സംസ്കാരം പകരുന്നില്ല എങ്കിൽ ആ വിദ്യ കൊണ്ട് നമുക്ക് എന്ത് പ്രയോജനമാണ്? നമ്മൾ പരസ്പരം കാണുമ്പോൾ നമുക്കൊന്ന് ചിരിക്കുവാൻ, നമുക്കൊന്ന് ചേർത്ത് പിടിക്കുവാൻ, നമുക്ക് നമ്മുടെ ദുഃഖങ്ങളെ, നമ്മുടെ ടെൻഷനെ ഒന്ന് തുറന്ന് ഇറക്കി വെക്കാൻ നമുക്ക് ആരുമില്ല. പക്ഷെ എല്ലാവരും നമ്മൾ കാണുമ്പോൾ ഭയങ്കര ഒരു ചിരിയൊക്കെ പാസ്സാകും. ഉള്ളിൽ നിന്ന് വരുന്നതല്ല, ഒരു ആർട്ടിഫിഷ്യൽ ചിരി. മനസ്സൊക്കെ എവിടെയെങ്കിലും ആയിരിക്കും. ഇപ്പോൾ ഒരു ഭാര്യയും ഭർത്താവുമാണെങ്കിൽ പോലും ഒരു കട്ടിലിൽ കിടന്നുറങ്ങുമ്പോഴും രണ്ട് ധ്രുവങ്ങളിലാണ് ഒരു മനസ്സ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു തലത്തിലൂടെ നമ്മുടെ ലോകം, നമ്മൾ ഓരോരുത്തരും കടന്നു പോവുകയാണ്. അങ്ങനെയുള്ള സമയത്താണ് ശ്രീനാരായണ ഗുരുദേവൻ നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന ആ ദിവ്യതയെ, ആ ചൈതന്യത്തെ, ആ പ്രകാശത്തെക്കുറിച്ച് പറയുകയും അത് എല്ലാവരിലും ഒരേപോലെയാണ് എന്നുള്ള തിരിച്ചറിവുണ്ടാക്കി. അപ്പോൾ മനുഷ്യനെ അവന് വിദ്യ കൊണ്ട് ഈ രീതിയിൽ സ്വതന്ത്രരാക്കുമ്പോഴാണ് ശരിക്കുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകുന്നത്. അപ്പോൾ അന്ന് ഗുരു 32 വയസ്സിൽ ജാതിഭേദവും മതദ്വേഷവും ഒക്കെ അവിടെ എഴുതി വെച്ചപ്പോൾ, സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണ് ഇത് എന്ന് പറഞ്ഞപ്പോൾ, ഇത്രമാത്രം വിശാലമായിട്ടുള്ള ഒരു അർത്ഥതലം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഗുരു അത് എഴുതി വച്ചത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കാതെ പോവുകയാണ്. ചിലരുടെ വിചാരം ഗുരു അന്ന് ചെറുപ്പമാണ്, ഗുരുവിന് മറ്റ് കാര്യങ്ങളെക്കുറിച്ചൊന്നും അറിയില്ല. പിന്നീട് ഇങ്ങനെ മാറി മാറി ഒക്കെയാണ് ഗുരു കാര്യങ്ങൾ മനസ്സിലാക്കിയത്. അതിനൊരു ഉദാഹരണം പറയുന്നത് പലരും പല സ്ഥലത്തും പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ നേരിട്ട് എനിക്ക് എൻ്റെ അടുത്ത് ബോംബെയിൽ നിന്ന് ഒരു പാർട്ടി വിളിച്ച് ചോദിച്ചു, സ്വാമിജി ഇവിടെ വന്ന് ശിവശതകമൊക്കെ ഒരു ആൾ പഠിപ്പിച്ചു കഴിഞ്ഞപ്പോൾ, അപ്പോൾ അതിനകത്ത് ഈ വിഷയങ്ങൾ, ഈ ഭൗതികമായിട്ടുള്ള മനുഷ്യനെ ഒരുപാട് വികലമാക്കുന്ന ഈ ലൈംഗികപരമായിട്ടുള്ള വിഷയങ്ങൾ, അതായത് നമ്മൾ സാധനയൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പോലും നമ്മുടെ ഈ ബയോളജിക്കലായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഗുരു അതിനകത്ത് വളരെ വ്യക്തമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ഒരു സാധകൻ, അത് ആണായാലും ശരി പെണ്ണായാലും ശരി, അവർ സാധന ചെയ്തു പോകുമ്പോൾ അവരിലുണ്ടാകാവുന്ന ഒരുപാട് വിചാരങ്ങളും അതിനെ എങ്ങനെ കരുതിയിരിക്കണം എന്ന് വിവരിക്കുന്ന ഭാഗമാണ്. അപ്പോൾ പഠിപ്പിക്കുന്ന ആള് പറയുന്നത്, ഗുരുവിന് ഇങ്ങനെയുള്ള അന്തക്ഷോഭങ്ങൾ ഉണ്ടായപ്പോൾ അതാണ് ഗുരു അതിൽ എഴുതി വെച്ചതെന്നാണ്. ആത്മസാക്ഷാത്കാരത്തിന് ശേഷമാണ് ഗുരു അരിയപ്പുറത്ത് വരുന്നതും അരിയപ്പുറത്ത് വെച്ചാണ് ശിവശതകവും ആത്മോദശതകവും ഒക്കെ എഴുതുന്നത്. അപ്പോൾ ഈ ഞാൻ മുൻപ് സൂചിപ്പിച്ചിരുന്നു ഗുരു ശിഷ്യ ബന്ധം. അതായത് ഗുരു എന്ന് പറയുന്നത് ആത്മസാക്ഷാത്കാരം നേടിയിട്ടുള്ള ഒരു ഗുരുവിൻ്റെ ശിക്ഷണത്തിൽ പഠിക്കുന്ന ഒരു വ്യക്തിക്ക് ഇങ്ങനൊരു ചിന്ത വരില്ല, ഇങ്ങനെ അവർ പഠിപ്പിക്കില്ല. നേരെ മറിച്ച് ഇതില്ലാത്തവരാണ്. അപ്പോൾ എന്ത് സംഭവിച്ചു? ഗുരുവിനെ തൻ്റെ മാനസികാവസ്ഥയിലേക്ക് വലിച്ച് താഴ്ത്തി. അപ്പോൾ ഗുരുവിന് ഇങ്ങനെയൊക്കെ ഉള്ള വിചാരങ്ങൾ ഉണ്ടായിരുന്നു. അത് വലിയ കഷ്ടപ്പെട്ടാണ് ഗുരു ശിവന്റെ ഉപാസനയിലൂടെ
മാറ്റിയെടുത്തത് എന്നാണ് ഇവർ പഠിപ്പിക്കുന്നത്. എന്തൊരു വിവരക്കേടാണ് അല്ലേ? അപ്പോൾ ഗുരുവിനെ മനസ്സിലാക്കാത്ത, ഗുരുവിൻ്റെ ഗുരുത്വം, ഗുരു എങ്ങനെയാണ്, നാരായണൻ എങ്ങനെയാണ് നാരായണ ഗുരുവായത്, ആ തലം ഉൾക്കൊള്ളണമെങ്കിൽ ഗുരു അനുഷ്ഠിച്ച തപസ്, സാധന, അതൊക്കെ നമുക്ക് മനസ്സിലാകണം. അല്ലെങ്കിൽ എന്ത് പറ്റും? നമ്മുടെ തലത്തിൽ നമ്മൾ ഗുരുവിനെ കാണും. കാരണം നമ്മുടെ അവരവരുടെ സംസ്കാരത്തിനും അവരവരുടെ ബൗദ്ധികമായിട്ടുള്ള വികാസത്തിനനുസരിച്ച് നമുക്കൊന്ന് വിലയിരുത്താൻ പറ്റും. അപ്പോൾ പരമഗുരു എവിടെ നിൽക്കുന്നു, നമ്മൾ എവിടെ നിൽക്കുന്നു? അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് കണക്ട് ചെയ്യാൻ നോക്കിയാലോ? അപ്പോൾ നമ്മൾ ആ രീതിയിൽ പരിശ്രമിക്കുക. അപ്പോൾ ഈ രീതിയിലുള്ള വികാര വിചാരങ്ങൾ ഒരു സാധകനായിട്ടുള്ള വ്യക്തിക്ക് ഉണ്ടാകും. അതുകൊണ്ട് എന്ത് ചെയ്യണം? അത് മുന്നറിയിപ്പ് കൊടുക്കുക. അപ്പോൾ ആധ്യാത്മികമായിട്ട് മാത്രമല്ല, നമുക്ക് നമ്മുടെ സാധാരണ ജീവിതത്തിൽ നോക്കിയാലും ഏറ്റവും കൂടുതൽ പീഡനങ്ങൾ ഈ കുട്ടികളെ ആയാലും ശരി, സ്ത്രീകളെ ആയാലും ശരി, ഏതെല്ലാം രീതിയിൽ ഈ മാനസികമായിട്ടുള്ള വൈകൃതങ്ങൾ ഈ നമ്മുടെ കേരളത്തിലുള്ള അത്രയും വേറെ എവിടെയെങ്കിലും ഉണ്ടോ? നമ്മളെല്ലാം വിദ്യാസമ്പന്നരാണ്, പക്ഷെ ഇത്രമാത്രം ദുഷിച്ച മനസ്സുള്ള, എല്ലാം കാണുന്നത് ആ ഒരു കണ്ണുകൊണ്ടാണ്. എന്നിട്ട് എന്ത് പറ്റുന്നു? മറ്റുള്ളവരെ ആക്രമിക്കുക അല്ലേ? നമ്മൾ ചിന്തിക്കണം, നമ്മൾ എവിടേക്കാണ് പോകുന്നത്? നമ്മൾ വിദ്യാസമ്പന്നരാണ്, നമ്മൾ പണം കൊണ്ട് ഇതാണ്, എല്ലാം ഉണ്ട്, പക്ഷെ മാനസികമായിട്ട് ആ രീതിയിലൊരു സംസ്കാരം ഉണ്ടാകുന്നില്ല. അപ്പോൾ പിന്നെ എവിടെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. നമ്മളിത് പലതും കണ്ടില്ലെന്ന് വെച്ച് പോകുന്നവരുണ്ട്. നമുക്കിതിനെക്കുറിച്ച് പ്രതികരിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ പരമഗുരു കൃത്യമായിട്ടുള്ള കണക്കുകൂട്ടലുകളിലൂടെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മളതൊന്ന് അനുസരിച്ചാൽ മതി. പക്ഷെ നമ്മളനുസരിക്കില്ല. എന്തുകൊണ്ടാണ്? ഞാൻ വലിയ പുള്ളിയാണ് അല്ലേ? അപ്പോൾ ഒരു കുഞ്ഞിൻ്റെ സംസ്കാരം രൂപപ്പെടുത്തേണ്ടതും എവിടെയാണെന്ന് ഗുരു സംശയത്തിന് ഇടവരാത്ത രീതിയിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ശ്രീനാരായണ ധർമ്മത്തിൽ ഗൃഹസ്ഥാശ്രമത്തിൽ പറയുകയാണ്, ഒരു കുഞ്ഞ് എങ്ങനെ ഉണ്ടാകണം, ഭാര്യയും ഭർത്താവും ഏത് മാനസികാവസ്ഥ അവർക്കുണ്ടാകണം, ഏത് ദിവസങ്ങളൊക്കെ ആയിരിക്കണം, ഇത്ര കൃത്യമായിട്ട്. ഇനി പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാലോ അന്ന് തുടങ്ങി രണ്ടുപേരും ബ്രഹ്മചാരികളായിരിക്കണം, ശാരീരിക ബന്ധം ഉണ്ടാകാൻ പാടില്ല. എന്തുകൊണ്ടാണ് ഇത്രയും കൃത്യമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഉൾപ്പെടെ ഗുരു നമ്മളോട് സംവദിക്കുന്നത്? നമുക്കതിനെക്കുറിച്ച് അറിവില്ലാഞ്ഞിട്ടാണ്. ഇന്നും ആ അറിവില്ല. കാരണം എന്താണ്? നമ്മുടെ സുഖത്തിൻ്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ടാണ് ഒരു കുഞ്ഞുണ്ടാകുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിലേക്കൊരു ക്ഷണിക്കപ്പെട്ട അതിഥി വരുമ്പോൾ നമ്മൾ നല്ല കരുതലുണ്ടാവും. ക്ഷണിക്കപ്പെടാത്ത അതിഥി വന്നാലോ ഉള്ളത് വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ ഈ ഗർഭാവസ്ഥയിൽ ഈ സ്ത്രീയുടെ മാനസികാവസ്ഥ, അവരുടെ കുഞ്ഞ് എങ്ങനെ വളരണം, ഏത് സംസ്കാരത്തോടു കൂടി ആയിരിക്കണം എന്ന് അവർക്കൊരു ബോധം ഉണ്ടാവണം, ഒരു കാഴ്ചപ്പാടുണ്ടാകണം. അപ്പോൾ ആ സമയത്തുണ്ടാവുന്ന കാഴ്ചപ്പാടല്ല ശരിക്കും, അതിനു മുമ്പേ ഉണ്ടാവണം. ഇനി ഈ സ്ത്രീയോട് ഭർത്താവും അച്ഛനും അമ്മയും അമ്മായിച്ചനും അമ്മായിയമ്മയും ഉൾപ്പെടെ അവരെങ്ങനെയായിരിക്കണം അവരോട് പെരുമാറേണ്ടത്? അവർക്ക് മാനസികമായിട്ടുള്ള സംഘർഷങ്ങളില്ലാതെ കൃത്യമായിട്ടുള്ള ജപധ്യാനാദികളിലൂടെ ഒക്കെ പരിരക്ഷ കൊടുത്ത് വളർത്തണം എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ്? അത്രമാത്രം ഇമ്പോർട്ടൻസ് ആണ് ഒരു കുഞ്ഞിൻ്റെ സംസ്കാരത്തിൽ, ഒരു വ്യക്തിയുടെ സംസ്കാരത്തിൽ ചെലുത്താൻ പറ്റുന്നത്. ഇതൊന്നുമില്ല. ഇപ്പം നമ്മൾ നോക്കിയാൽ അറിയാം, നമ്മുടെ ചുറ്റുപാട് നോക്കുമ്പോൾ അപ്പം നമ്മളെല്ലാവരും കുറ്റം പറയും, ഈ കുട്ടിക്ക് ഒരു ഇതുമില്ല, അവരെ നേരെയാക്കണം. ആർക്ക് നേരെയാക്കാൻ പറ്റും? കഴിഞ്ഞിടയ്ക്ക് ഒരാൾ പറയുമായിരുന്നു, അയാളുടെ മകളുടെ വിവാഹം കഴിഞ്ഞു. ഈ പറഞ്ഞ പോലെ അച്ഛനും അമ്മയും വേണ്ട രീതിയിൽ പാകപ്പെടുത്തി വിടാത്തത് കൊണ്ട് വിവാഹം കഴിച്ചു കൊടുത്ത വീട്ടിൽ പ്രശ്നങ്ങളായി. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ അടി കൊടുത്ത് അവളെ വളർത്തണോ? ഈ അച്ഛൻ മറ്റേ ആളോട് പറയാണ്, അവളെ അടി കൊടുത്ത് വളർത്തണം. അപ്പോൾ 27 വർഷം അച്ഛനും അമ്മയും അടി കൊടുത്ത് വളർത്താത്ത, അല്ലെങ്കിൽ ആ രീതിയിൽ പാകപ്പെട്ട് കിട്ടാത്ത ഒരാളെ
മറ്റൊരാളെങ്ങനെയാണ് പാകപ്പെടുത്തുക? അപ്പോൾ ഇവിടെ ഒക്കെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഈ ആധ്യാത്മികത എന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. അതൊരു എസ്കേപ്പിസം അല്ല. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഈ അറിവ് നമുക്ക് പകർന്ന് കൊടുക്കാൻ പറ്റണം. നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക്, നമ്മുടെ സന്തതി പരമ്പരകളിലേക്ക് ഈ അറിവ്, ഈ വിലമതിയാത്ത ആ വിളക്കിനെ കുറിച്ചുള്ള അറിവ് പകർന്നു കൊടുക്കുമ്പോഴാണ് ഈ സമൂഹം, ഈ മനുഷ്യരാശി സോദരത്വേന വാഴുന്നത് എന്ന് ഗുരു അന്നേ ദീർഘദർശനം ചെയ്തു. പക്ഷെ ആ തലത്തിലേക്ക് നമ്മൾക്ക് ഇപ്പോഴും എത്താൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ദുഃഖം, അല്ലേ? അത് ചിന്തിക്കുന്നവർക്ക് മാത്രമേ അത് ഒരു വല്ലാത്ത പോരായ്മയായിട്ട് തോന്നുന്നു. ചിന്തിക്കാത്തവനെ സംബന്ധിച്ചൊരു പ്രശ്നമല്ല. അപ്പം ഇന്നിപ്പോൾ അങ്ങനെയുള്ള ചിന്തയൊന്നും ഇല്ലല്ലോ. കാരണം ചിന്തയുണ്ടെങ്കിൽ ഇത്രമാത്രം ഇവിടെ മദ്യമൊഴുകില്ല, മയക്കുമരുന്ന് ഇത്രമാത്രം വിറ്റഴിക്കില്ല, ഈ വീട്ടിൽ അച്ഛനും അമ്മയും മക്കളും തമ്മിൽ സൗഹൃദത്തോടു കൂടി സ്നേഹത്തോടു കൂടി പെരുമാറും. ഇന്ന് അതില്ലല്ലോ. അപ്പോൾ ഇവിടെയൊക്കെ ഗുരുവിൻ്റെ ഈ ആത്മോപദേശ ശതകത്തിലൂടെ ഗുരു ഒരു കാര്യം അവതരിപ്പിക്കുമ്പോൾ അത് മറ്റൊരു വ്യക്തിയല്ല, മറിച്ച് അവനവനെ തന്നെയാണ് ഗുരു ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പം നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തുമ്പോൾ, ശുദ്ധീകരിക്കുമ്പോൾ, ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള ഈ പാപകർമ്മങ്ങളെ, ഈ വാസനകളെ ഈ അറിവ് ഉപയോഗിച്ച്, ജ്ഞാനാഗ്നിയാണ്, ഈ ജ്ഞാനാഗ്നി ഉപയോഗിച്ച് നമ്മളിതിനെ ശുദ്ധീകരിക്കാനുള്ളതാണ്. അപ്പോൾ അതൊരു എളുപ്പത്തിലുള്ള ഒരു പ്രക്രിയ അല്ല. അപ്പം അമ്പലത്തിൽ പോകുന്ന ഒരാൾക്ക് വെറുതെ അമ്പലത്തിൽ പോയി വന്നാൽ മതി. അവിടെ ചിലപ്പോൾ പൂജാരി പറയും ഇടത്തോട്ട് കറങ്ങാൻ പറഞ്ഞാൽ ഇടത്തോട്ട് കറങ്ങും, വലത്തോട്ട് കറങ്ങാൻ പറഞ്ഞാൽ വലത്തോട്ട് കറങ്ങും. പക്ഷേ അത് ബുദ്ധി ഒരുപാട് ആവശ്യമില്ലാത്ത ഒരു കാര്യമാണ്. ഏത് ദേവാലയങ്ങളും അങ്ങനെയാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. അപ്പോൾ ഗുരു ഇവിടെ പറയുന്ന ഈ എല്ലാവരും ഉറങ്ങി ഉണർന്ന് ഈ ഇതൊക്കെ ചെയ്യുമ്പോഴും അവിടെ വിലമതിയാണ്. അപ്പം നമ്മളൊക്കെ ഈ വ്യവഹാരത്തിൽ ഏർപ്പെടുമ്പോഴും ഇവിടെയൊക്കെ ഒന്നിലും പെടാതെ എന്നാൽ എല്ലാത്തിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് തസ്യ ഭാസ സർവമിതം വിഭാതി ഉപനിഷത്ത് പറയുന്നതാണ്. ഉപനിഷത്തിൽ ഇതേ ആശയമാണ് അവിടെ സംസ്കൃതത്തിൽ പറഞ്ഞു, ഗുരു ഇവിടെ മലയാളത്തിൽ പറയും. അപ്പോൾ ഈ എല്ലാത്തിനെയും ഏതൊന്നുകൊണ്ടാണോ പ്രകാശിപ്പിക്കപ്പെടുന്നത് അത് തന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ കുടികൊള്ളുന്നത് എന്ന് നമ്മൾക്ക് നമ്മുടെ സാധന കൊണ്ട്, നമ്മുടെ തപസ് കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ധ്യാനം കൊണ്ട് ഒക്കെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ എത്രയോ കേൾക്കുന്നു. അപ്പോൾ ശ്രവണം, മനനം, നിധിധ്യാസനം എന്നാ പറയുന്നത്. നമ്മൾ ആദ്യം കേൾക്കണം, അത് കഴിഞ്ഞിട്ട് അത് മനനം ചെയ്യണം. അപ്പോൾ അതിനാണ് ഗുരു പറയുന്നത് ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണം പൊരുളൊടുക്കുക എന്ന് പറയുന്നത് മനനമാണ്. അത് അങ്ങനെ ആ പ്രക്രിയ നടക്കുമ്പോഴാണ് ശരിക്കും അത് നമ്മുടെ ജീവിതത്തിലേക്ക് സ്വായത്തമാക്കാം, നമ്മളത് സ്വാംശീകരിക്കാൻ പറ്റും. അപ്പം ഇത് ഉത്തമരായിട്ടുള്ള ശിഷ്യന്മാർക്ക്, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ഛാന്തോക്യ ഉപനിഷത്തിൽ തത്വമസി ഉപദേശിക്കും. നമ്മൾ 4 മഹാവാക്യങ്ങളാണ് ഉള്ളത്. ശ്രീനാരായണ ഗുരുദേവൻ ഈ 4 മഹാവാക്യങ്ങളും ഒറ്റ ശ്ലോകത്തിൽ ബ്രഹ്മോദ്യ പഞ്ചായത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ശബരിമല അയ്യപ്പനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ തത്വമസി ഇവിടെ, അതായത് കേരളത്തിൽ പ്രചരിക്കുന്നു. അയ്യപ്പൻ പറഞ്ഞതല്ല, അവിടെ തത്വമസി എന്നുള്ള ആ ഒരു ഇത് എഴുതിക്കൊണ്ട് വെച്ചത് എനിക്ക് പരിചയമുള്ള ഒരു ചിന്മയാൻ സ്വാമിയുടെ ഒരു ശിഷ്യനാണ്. അപ്പോൾ ചിന്മയാൻ സ്വാമി പറഞ്ഞത് അവിടെ എഴുതിക്കൊണ്ട് വെക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ വലിയ ബോർഡൊക്കെ അവിടെ വെച്ചു. അപ്പോൾ തത്വമസി എന്ന് പറയുന്നത് അത് നീ ആകുന്നു എന്നുള്ള ഒരു ഉപദേശമാണ്. അപ്പോൾ ഛാന്തോക്യ ഉപനിഷത്തിൽ ഉദ്വാലക മഹർഷിയാണ് ഈ ഉപദേശം സ്വന്തം മകന് ഉപദേശിക്കുന്നത്. അപ്പോൾ മകൻ വേറൊരു ഗുരുവിൻ്റെ അടുത്ത് 12 വർഷം പഠിച്ചിട്ട് തിരിച്ചു വരികയാണ്. തിരിച്ചു വരുമ്പോൾ വലിയ അഹങ്കാരിയായിട്ട് എല്ലാം പഠിച്ചു എന്നുള്ള രീതിയിൽ, നമ്മൾ അങ്ങനെയാണല്ലോ, എന്തെങ്കിലും ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ അത്ര അഹങ്കാരമാണ്, നമ്മൾ ഞെളിഞ്ഞൊക്കെ ഇങ്ങനെ നടക്കും. അപ്പം അങ്ങനെ ഈ മകൻ ഇങ്ങനെ വന്നപ്പോൾ അച്ഛൻ ഇറയത്തിരുന്നത് കാണുകയാണ്, മകൻ്റെ വരവ്. അപ്പോൾ ഇങ്ങോട്ട് അടുത്തെത്തി കഴിഞ്ഞപ്പോൾ അച്ഛൻ മകനോട് ചോദിച്ചു, മോനെ, നിനക്ക് ഏതൊന്നിനെ കുറിച്ച് അറിഞ്ഞാൽ എല്ലാം അറിയപ്പെട്ടതായി തീരുന്നുവോ? ഏതൊന്നിനെ കുറിച്ച് കേട്ടാൽ എല്ലാം
കേൾക്കപ്പെട്ടതായി തീർന്നുവോ? ആ ഒന്നിനെ കുറിച്ച് നിന്റെ ഗുരുനാഥൻ നിനക്ക് പറഞ്ഞു തന്നു എന്ന് ചോദിക്കാം. അപ്പോൾ ഈ മകൻ വളരെ ബ്രൈറ്റാണ്, അവന് കാര്യം മനസ്സിലായി. കാരണം വെച്ചാൽ ഈ അച്ഛൻ്റെ ചോദ്യം വല്ലാത്തൊരു ചോദ്യമാണ്. അപ്പോൾ ഇല്ല എന്ന് പറഞ്ഞ് വീണ്ടും അങ്ങോട്ട് പറഞ്ഞു വിടും. അതുകൊണ്ട് ആൾ പറഞ്ഞു, എൻ്റെ ക്ലാസ്സിൽ അല്ലെങ്കിൽ ഗുരുവിൻ്റെ കീഴിലുള്ളതിൽ ഞാനാണ് നമ്പർ 1. എല്ലാ വിഷയത്തിലും പഠിക്കാനും ഇതെല്ലാ കാര്യങ്ങളും ഞാനാണ് നമ്പർ. അപ്പം അങ്ങനെയുള്ള എന്നോട് എൻ്റെ ഗുരുനാഥൻ പിതാജി പറഞ്ഞ ഈ രീതിയിലുള്ളൊരു അറിവ് അദ്ദേഹത്തിന് അറിയാമായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എന്നെ പഠിപ്പിക്കുമായിരുന്നു. അതുകൊണ്ട് എൻ്റെ ഗുരുനാഥന് അതറിയില്ല എന്നങ്ങ് പറഞ്ഞു. എളുപ്പമായല്ലോ, കാരണം പിന്നെ അങ്ങോട്ട് പോകണ്ട. രണ്ടാമത് മകന് മനസ്സിലായി അച്ഛൻ ഇതിനകത്ത് തെളിച്ചമുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് മകൻ പറഞ്ഞു അച്ഛൻ തന്നെ എന്നെ പഠിപ്പിച്ചാൽ മതി. അങ്ങനെയാണ് ആ ഉപനിഷത്തിലെ ഒരു കോണ്ടെക്സ്റ്റ്, അതിൻ്റെ ഒരു സന്ദർഭം. മഹർഷിമാരെപ്പോഴും ഈ ബ്രഹ്മവിദ്യ പകർന്നു കൊടുക്കാൻ വേണ്ടി ഒരു കഥാരൂപത്തിൽ അതിന് സന്ദർഭങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് കഥ സത്യമല്ല, പക്ഷേ ഈ മഹർഷി ഹിമാലയത്തിൽ ഉണ്ടായിരുന്നു എന്നും ഉത്തരകാശി അടുത്ത്, അപ്പോൾ ഞാൻ ഈ പറയുന്ന സ്ഥലത്ത് ഞാൻ താമസിച്ചിരുന്നു. അതായത് ഉദ്വാലക ഗാവ് എന്നാണ് ആ ഗ്രാമത്തിൻ്റെ പേര്, ഉദ്വാലക ഗാവ്. അവിടെ നദിയുടെ തീരത്ത് ഒരു ഗുഹയുണ്ട്, ഉദ്വാലക ഗുഹ എന്നാണ് പേര്. അപ്പം ഞാൻ ആ ഗുഹയിൽ കുറേ നാൾ ശിവഗിരി എന്നൊക്കെ നമ്മളിങ്ങനെ യാത്ര, ഒരു അവധൂതനെ പോലെ നമ്മളിങ്ങനെ സഞ്ചരിക്കുന്ന കാലം. അപ്പോൾ ഹിമാലയത്തിലൊക്കെ ഇങ്ങനെ സഞ്ചരിച്ചപ്പോൾ അവിടെയും കുറേ നാൾ താമസിക്കാനും ഭാഗ്യമുണ്ടായി. അതുകൊണ്ട് ഈ പറഞ്ഞിരിക്കുന്നത് തെറ്റായിട്ടോ കാര്യമൊന്നുമില്ല, കഥ മാത്രമല്ല, പക്ഷേ അവതരിപ്പിച്ചിരിക്കുന്ന രീതി ഇങ്ങനെയാണ്. അപ്പോൾ 9 ഉദാഹരണങ്ങളിലൂടെയാണ് ഈ തത്വമസി ഇത്രയും ബ്രൈറ്റായിട്ടുള്ള, ഇത്രയും ബുദ്ധിയും സാമർഥ്യവും ഒക്കെ ഉള്ള ഈ മകനെ ഉപദേശിക്കുന്നു. അപ്പോൾ അത്രയും ഉദാഹരണങ്ങളിലൂടെ ആണ് ആ മകനത് മനസ്സിലായത് എങ്കിൽ നമ്മളെപ്പോലുള്ള ആളുകൾക്കൊക്കെ എത്രയോ പ്രാവശ്യം പറയേണ്ടി വരും, അല്ലേ? അപ്പോൾ അത് നീയാണ്, അതായത് ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത്, അത് സൃഷ്ടിച്ചത്, അതിനെ സംഹരിക്കുന്നതൊക്കെ ഏതിൽ നിന്നാണോ അത് തന്നെയാണ് നീ, തത്വമസി. അപ്പം അങ്ങനെ ആ ശിഷ്യൻ ആ രീതിയിൽ അത് ഉൾക്കൊള്ളണമെങ്കിൽ നമ്മൾ നേരത്തെ ഗുരു പറഞ്ഞ പോലെ ഈ വിലമതിയാതെ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ആ സത്തയെ, ആ ചൈതന്യത്തെ ആ രീതിയിൽ നമുക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ ഉൾക്കൊള്ളാൻ പറ്റും. അപ്പോൾ ഈ ശിഷ്യനും അങ്ങനെ തത്വമസി എന്ന് ഗുരു ശിഷ്യന് ഉപദേശിക്കുമ്പോൾ ആ ശിഷ്യൻ എങ്ങനെയാണ് അത് മനസ്സിലാക്കേണ്ടത്? അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മം, ആ ബ്രഹ്മം തന്നെയാണ്, അത് നീയാണെന്ന് പറയുമ്പോൾ അതൊരു ഉപദേശമാണ്. പക്ഷേ അത് കേൾക്കുന്ന ഞാൻ എന്താണ്? ഞാൻ ആ ബ്രഹ്മം തന്നെയാണ് എന്നുള്ള തിരിച്ചറിവെ കൊണ്ടാണ്. അതാണ് സാക്ഷാത്കാരം എന്ന് പറയുന്നത്. അപ്പോൾ അത് തന്നെയാണ് എന്ത്? സർവം ഖലിതം ബ്രഹ്മ, ഈ കാണുന്നതെല്ലാം ബ്രഹ്മം തന്നെയാണ്. അയം ആത്മാ ബ്രഹ്മ, ഈ ആത്മാവും ബ്രഹ്മം തന്നെ. അങ്ങനെ 4 മഹാവാക്യങ്ങളിലൂടെ ഈ പറയുന്ന കാര്യം. അപ്പോൾ ഒറ്റ മഹാവാക്യം പറയുമ്പോൾ തന്നെ മറ്റ് 3ഉം ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ അവനിൽ തെളിയുക. അപ്പോൾ എല്ലാ സ്ഥലത്തും, ചുറ്റുപാടും, എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്ന അതേ ചൈതന്യം തന്നെയാണ് എന്നിലും നിന്നിലും കുടികൊള്ളുന്നത് എന്നുള്ള ബോധ്യം വരുമ്പോഴാണ് ഈ ഭേദബുദ്ധികൾ ഇവിടെ ഇല്ലാതാകുന്നത്. പക്ഷേ നമ്മുടെ സമൂഹം, നമ്മുടെ വിദ്യാഭ്യാസ നയം, അല്ലെങ്കിൽ നമ്മുടെ ഈ ഭൗതിക വിദ്യ എന്ന് പറയുന്നത് എന്താണ്? ഭേദബുദ്ധികൾ ഉണ്ടാക്കുക എന്നുള്ളത്. ഇങ്ങനെ ഡിഫറൻ്റായിട്ട് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ അകത്തിക്കൊണ്ടു പോകുക. വേദാന്തത്തിൽ, ജ്ഞാനത്തിൽ, ശുദ്ധമായിട്ടുള്ള ജ്ഞാനത്തിൽ അങ്ങനെയല്ല, അത് നമ്മളെ ഒന്നിപ്പിക്കുക. അപ്പോൾ ഇവിടെയും ഗുരു അതുകൊണ്ടാണ് പറയുന്നത്, ഈ വിലമതിയാത്ത ആ വിളക്ക് കണ്ടാണ് നമ്മുടെ മാതൃകയായിരിക്കേണ്ടത്, ഇതിനെയാണ്. പക്ഷെ ഇന്നത്തെ നമ്മുടെ സമൂഹത്തിലെ കുട്ടികളുടെ മാതൃക ആരാണ്? അവർക്ക് അവർക്ക് ഏത് ടേസ്റ്റാണുള്ളത്
ആ ഫീൽഡിലുള്ളവരാണ് മാതൃക. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഫാഷൻ, അല്ലേ? ഫാഷൻ കുട്ടികൾക്ക് ഭയങ്കര അഡിക്റ്റാണ്. അപ്പോൾ അങ്ങനെ ഉള്ള കുട്ടികൾ എന്ത് ചെയ്യുന്നു? അവർ ഡ്രസ്സിലും അവരുടെ ഹെയർ സ്റ്റൈലിലുമൊക്കെ അവരതിനെ അന്ധമായിട്ട് ഫോളോ ചെയ്യും. പിന്നെ ഇപ്പോൾ പ്രായമായി കഴിഞ്ഞാൽ നമ്മൾ മുടിയൊക്കെ നരയ്ക്കുമെന്നുള്ളത് സത്യമാണ്. പക്ഷേ മൾട്ടിനാഷണൽ കമ്പനികൾ എന്താ പറയുന്നത്? മുടി നരയ്ക്കാതിരിക്കാനുള്ള മരുന്ന് ഞങ്ങളുടെ കയ്യിലുണ്ട്, അത് വാരി തേച്ചാൽ മതി, അല്ലേ? അത് തേച്ച് കഴിയുമ്പോഴോ സുന്ദരന്മാരും സുന്ദരികളുമായി മാറുമെന്ന് അവർ പറഞ്ഞു. ആരും തെറ്റിദ്ധരിക്കരുത്, ഞാൻ ഇവിടെ ഇരിക്കുന്ന ആൾക്കാരുടെ കാര്യമല്ല പറഞ്ഞു. കാരണം ഒരിക്കൽ അങ്ങനെ ഒരു പറ്റിപ്പോയി. അപ്പോൾ ഞാനൊരു ഇതുപോലൊരു ഉദാഹരണം പറഞ്ഞപ്പോൾ അതിനകത്തൊരു വക്കീലിരിപ്പുണ്ടാകും. ഈ വക്കീൽ ഡൈ ചെയ്ത ആളായിരുന്നു. അയാൾ പറഞ്ഞു, സ്വാമി എന്നെ ഉദ്ദേശിച്ചാണ് ഇത് പറഞ്ഞത്, എന്നെ മനഃപൂർവ്വം നാണം കെടുത്താൻ പറഞ്ഞാണ്. ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ലോ. ഞാനൊരു ഉദാഹരണം, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് പറ്റുന്ന ചില അബദ്ധങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് ഉദാഹരണം പറഞ്ഞു മാത്രം. അപ്പോൾ ഈ ഡൈ ചെയ്യുമ്പോൾ നമുക്കൊരു പ്രായമാകുമ്പോൾ ഈ മുടിയൊക്കെ നരയ്ക്കുമെന്നുള്ളത് സത്യമാണ്. അപ്പോൾ അതിനെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ലെന്നുള്ളത് അത് ഈ മൾട്ടിനാഷണൽ കമ്പനികൾക്കറിയാം. അവനാവശ്യം എന്താണ്? പണമാണ്. അതുകൊണ്ട് അവൻ അതിനു വേണ്ടി ഒരു സാധനം ഉണ്ടാക്കുന്നു, നമ്മളോട് പറയുന്നു, പല പല പരസ്യങ്ങളിലൂടെ നമ്മളെ അത് വാങ്ങിപ്പിക്കുകയാണ്. അതൊരു ഉദാഹരണം. അടുക്കളയിലത്തെ കാര്യം പറഞ്ഞാലും അങ്ങനെ തന്നെയാണ്. അടുക്കളയിൽ എന്ത് സാധനം വാങ്ങിക്കണം, ഏത് പാത്രം വാങ്ങിക്കണം, എന്തെല്ലാം രീതിയിൽ വാങ്ങിക്കണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നതല്ല. ഈ പരസ്യത്തിലൂടെ അവർ നമ്മളെ കൊണ്ട് വാങ്ങിപ്പിക്കും. ഡ്രസ്സ്, അല്ലേ, ഒക്കെ അവർ തീരുമാനിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ സിനിമയിലും സീരിയലിലും അല്ലെങ്കിൽ ഇതുപോലുള്ളതിനകത്തൊക്കെ കണ്ട് പരസ്യങ്ങൾ കൊടുത്ത് നമ്മളത് വാങ്ങിക്കുകയാണ്. ഒരു കാലത്ത് നമ്മുടെ ഗുരുവിൻ്റെയൊക്കെ കാലത്ത് വസ്ത്രം ഇടാൻ വേണ്ടി സമരം നടത്തി. ഇന്ന് വസ്ത്രം വേണ്ട എന്നുള്ള രീതിയിലേക്ക് പോവാം, അല്ലേ? ഇന്നത്തെ നമ്മുടെ ജനറേഷൻ പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ അവരിങ്ങനെ നടക്കണം കണ്ട. അപ്പോൾ നമ്മളിത് പറഞ്ഞാൽ അവർ പറയും, സ്വാമിക്കൊന്നും ഇതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ, ഞങ്ങളുടെ ജനറേഷൻ ഇങ്ങനെയാണ്, അല്ലേ എന്ന് പറഞ്ഞ് അവർ നമ്മളെ ആക്ഷേപിക്കും. അപ്പോൾ പ്രായമുള്ളവർ പറഞ്ഞാൽ, അപ്പോൾ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഈ പാരൻസൊക്കെ ഇത് മനസ്സിലാക്കിയിട്ടാണ് മിണ്ടാതിരിക്കുന്നത്. കാരണം മക്കളൊക്കെ എങ്ങനെ വേണമെങ്കിൽ പൊക്കോട്ടെന്നുള്ള, അല്ലേ? അവർ പറഞ്ഞാൽ വില പോകില്ല, മക്കൾ വഴക്കുണ്ടാകും. അങ്ങനെ ഒരു വല്ലാത്ത ഒരു മാനസികാവസ്ഥയിലൂടെ പല പല തലത്തിൽ നമ്മുടെ ഇവിടെ ഗുരു പറഞ്ഞ പോലെ ഉലകരുറങ്ങി, അല്ല ഈ ഉലകർ, ഇല്ല ഈ ലോകർ ഇങ്ങനെ പല പല കാര്യങ്ങളിൽ പെട്ട് നട്ടം തിരിയാണ്. എന്നിട്ട് നമ്മൾ പറയും നമ്മൾ വലിയ ബുദ്ധിമാന്മാരാണ്, നമുക്ക് ഭയങ്കരമായിട്ട് ഞങ്ങൾ ഭയങ്കര ഇതുള്ള ആൾക്കാരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മിടുക്കന്മാരും മിടുക്കികളായിട്ട് ജീവിക്കുകയാണ്. പക്ഷേ നമ്മൾ ചിന്തിച്ച് നോക്കി കഴിയുമ്പോൾ നമ്മൾ വട്ടപൂജ്യം, അല്ലേ? നമുക്കൊരു മനസ്സമാധാനമില്ല. നമ്മുടെ മനസ്സ് സ്റ്റഡി ആകാത്തതുകൊണ്ട് നമ്മൾ ഒന്നിൽ നിന്ന് വേറെ ഒന്നിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളൊരു വീട്ടിൽ കയറി ചെന്ന് കഴിഞ്ഞാൽ തന്നെ TV ഓണായിരിക്കും. സംസാരിച്ച് തുടങ്ങുമ്പോൾ തന്നെ വീണ്ടും ഇത് ശബ്ദം കൂട്ടും. അത് ഓഫ് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ പോലും നമുക്കില്ല, അല്ലേ? അങ്ങനെ അപ്പോൾ ഒരു വീട്ടിലൊരു ഗസ്റ്റ് വന്നാൽ ആ ഗസ്റ്റിനെ നമുക്ക് ശരിയായ രീതിയിൽ ഗൗനിക്കാൻ പോലും മനസ്സില്ലാത്ത ഒരു മാനസികാവസ്ഥയിൽ നമ്മൾ മാറി. ഈ ചെല്ലുന്ന ആൾക്കും അങ്ങനെ തന്നെയാണ്. കാരണം അയാളുടെ വീട്ടിലും അയാൾ തന്നെ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ എവിടെ നോക്കുമ്പോഴും നമ്മൾക്ക് വേണ്ടുന്നത് ശാന്തിയും സമാധാനവും സുഖവുമാണ്. പക്ഷേ അത് മാത്രം നമുക്കില്ല. ബാക്കിയെല്ലാം നമുക്ക് പണമുണ്ട്, നമുക്ക് വീടുണ്ട്, ബംഗ്ലാവുണ്ട്, അതുപോലെ സമൂഹത്തിൽ ഉന്നത പൊസിഷനുണ്ട്, എല്ലാം ഉണ്ട് ഇവിടെയൊക്കെ. പക്ഷെ മത്സരമാണ്. കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം. ഈ മത്സരത്തിൻ്റെ പരാകാഷ്ഠയിലാണ് നമ്മളെല്ലാം, ഈ ലോകം മൊത്തം. അവിടെ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ മനസ്സമാധാനത്തിന് വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളെപ്പോലെ കുറച്ച് ആളുകൾ പരമഗുരുവിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ 137 വർഷങ്ങൾക്ക് മുമ്പ് ഗുരു തപസ്സിൽ നിന്ന് ഗുരുവിന് ലഭിച്ച ആ ജ്ഞാനം, ആ അമൃത് നമ്മൾക്ക് വിളമ്പിത്തരുമ്പോൾ അതിനൊരു വിലയും കൊടുക്കാതെ
നമ്മൾ നമ്മുടെ വഴിക്ക് പോയിക്കൊണ്ടിരുന്നാലോ നഷ്ടമാർക്കാണ്. അതുകൊണ്ട് പറയും, ഈ മനുഷ്യജന്മം എന്ന് പറയുന്നത് എപ്പോഴും കിട്ടുന്ന ഒന്നല്ല. മനുഷ്യജന്മം, അതേപോലെ മഹാപുരുഷ സംശ്രയം ഒക്കെ നമുക്ക് എപ്പോഴും കിട്ടില്ല. അപ്പോൾ മനുഷ്യജന്മം കിട്ടി, മഹാപുരുഷൻ അല്ലേ, പരമഗുരു ശ്രീനാരായണ ഗുരുദേവൻ, ആ ഗുരുവിൻ്റെ സംശ്രയം കിട്ടിയിട്ടും, നമുക്ക് അതിനുള്ള ഒരു സൗഭാഗ്യം കിട്ടിയിട്ടും, ഈ സംസാര ദുഃഖത്തിൽ നിന്ന്, എൻ്റെ കാമക്രോധ ലോഭ മോഹ മത മാത്സര്യാദികളിൽ നിന്ന്, എൻ്റെ ഈ വാസനകളിൽ നിന്ന്, എൻ്റെ ഈ അസൂയയിൽ നിന്ന്, എൻ്റെ കുശുമ്പിൽ നിന്ന്, സ്വാർത്ഥതയിൽ നിന്ന് എനിക്ക് മോചനം നേടാൻ വേണ്ടി ഗുരു നൽകിയ ഈ അറിവിനെ ഉപയോഗപ്പെടുത്താതെ വീണ്ടും വീണ്ടും നമ്മളിങ്ങനെ അതിനകത്ത് പെട്ടുപോയാൽ ഉണ്ടാകുന്ന അവസ്ഥ പറയുന്നു, അത് മഹതീ വിനഷ്ടി, അത് ഏറ്റവും മഹത്തായ നഷ്ടമാണ്. അപ്പോൾ അടുത്ത ജന്മം മനുഷ്യനായിട്ട് ജനിക്കുന്ന എന്താ ഉറപ്പ്? പ്രത്യേകിച്ച് ഇന്നത്തെ ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു പട്ടിയുണ്ട്, അല്ലെങ്കിൽ ഒരു പൂച്ചയുണ്ടാവും, അല്ലെങ്കിൽ ഇതുപോലെയുള്ള വലിയ ജന്തുസ്നേഹമൊക്കെ പറഞ്ഞു കിടക്കും. പട്ടീനെയൊക്കെ കൂടെ കിടത്തിയാണ് ഉറക്കുന്നത്. പട്ടിക്ക് കിടക്കേണ്ട ഒരു സ്ഥലമുണ്ട്, പൂച്ചയ്ക്ക് കിടക്കേണ്ട സ്ഥലമുണ്ട്. അപ്പം മനുഷ്യന് അവൻ്റെ അതിനകത്ത് എല്ലാത്തിലും ശുനിജൈവ ശോഭാകേജ പണ്ഡിത സമദർശിന, പട്ടിയിലും പൂച്ചയിലും മനുഷ്യനിലും എല്ലാത്തിനും ഒരേപോലെ ചൈതന്യത്തെ കാണുന്നവനാണ് പണ്ഡിതൻ, സമദർശി എന്ന് പറയുന്നത്. പക്ഷെ ഇതല്ലല്ലോ. അപ്പോൾ ആ ഒരു തലത്തിലേക്ക് ഇവൻ എത്തിയും കുഴപ്പമില്ല. പക്ഷേ അപ്പോൾ എന്ത് സംഭവിക്കുന്നു? മരിക്കാൻ സമയത്തും ഈ ഒരു ഓർമ്മയോട് കൂടിയാണെങ്കിലോ അടുത്ത ജന്മം കൃത്യമായിട്ട് അതുപോലൊരു പട്ടിയോ പൂച്ചയോ നായയായിട്ടൊക്കെ ജനിക്കില്ല. വീണ്ടും അവിടെ നിന്ന് തുടങ്ങണം അല്ലേ? അപ്പോൾ ഒരു മനുഷ്യൻ്റെ ഉദാത്തമായ തലത്തിലേക്ക് കൈപിടിച്ചുയർത്താൻ വേണ്ടി ഒരു മഹാഗുരു ഇവിടെ അവതരിച്ചിട്ട് ആ കൂടെ നടന്നിട്ട് ഇതൊന്നും വേണ്ട, ഗുരു പറയണമെന്ന് എനിക്ക് വേണ്ട, ഞങ്ങൾ എന്താണ് കുടിക്കും അല്ലേ, ഗുരു സ്പഷ്ടം നിലാവങ്ങും നീങ്ങിയൊക്കെ പറയുമ്പോൾ കഷ്ടം ദീനം പിടിച്ചും മധുരയത് കുടിച്ചും കിടക്കുന്ന ലോകം അല്ലേ, ഇന്നും ഈ പറയുന്ന ഇതിലല്ലേ എല്ലാവരും കിടക്കുന്നത്. ഗുരുവിന് കഷ്ടം അല്ലേ? ഇങ്ങനെയുള്ള ഒരു ജീവിതം ചിന്തിക്കുമ്പോഴാണ് ഇത് ഏറ്റവും മോശമായിട്ടുള്ള, ഇത്രയും നമുക്ക് സംസ്കാരശൂന്യമായ ഒന്നാണെന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ അതിനെ തിരിച്ചറിഞ്ഞ് ഇനിയും പെട്ടുപോകാതെ, അപ്പോൾ ഒരിക്കലും ഈ തിരുവനന്തപുരത്തൊരു സ്വാമി ഒരു ഭഗവത്ഗീത ജ്ഞാനയജ്ഞം നടത്തി. അപ്പോൾ ഭഗവത്ഗീതയിലെ 700 ശ്ലോകങ്ങളാണ്. അപ്പോൾ 101 ദിവസം കൊണ്ടാണ് സ്വാമി ക്ലാസ്സൊക്കെ എടുത്തത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വന്നു. അപ്പോൾ കുറേ പേരുണ്ടായിരുന്നു. അപ്പോൾ അവസാനം ചോദ്യോത്തര വേളയിൽ ഒരമ്മ ഒരു കുറിപ്പെഴുതി ചോദിച്ചു, സ്വാമിജി, ഞാൻ ഈ 101 ദിവസവും ക്ലാസ്സിൽ പങ്കെടുത്തു. അപ്പോൾ കഴിഞ്ഞ 10 വർഷമായിട്ട് ഞാൻ ആറ്റുകാല പൊങ്കാലയ്ക്ക് പോയിക്കൊണ്ടിരുന്ന ഒരാളാണ്. ഇപ്രാവശ്യം സ്വാമിജിയുടെ ക്ലാസ്സിന് വന്നുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് എൻ്റെ അവസ്ഥ എന്തായാലും. സ്വാമിജി സുല്ല് പറഞ്ഞു അല്ലേ, നമ്മൾ സാധാരണ പറഞ്ഞു സുല്ല് പറഞ്ഞു. അപ്പം 101 ദിവസം ഭഗവത്ഗീത കേട്ടിട്ട് ഈ ശരിക്കുള്ള ചൈതന്യം എന്താണ് എന്ന് പറഞ്ഞു കൊടുത്തിട്ട് അത് ഉൾക്കൊള്ളാൻ പാവപ്പെട്ട ആ അമ്മയ്ക്ക് സാധിച്ചില്ല. എന്തുകൊണ്ടാണ്? ആ മനസ്സിൽ അല്ലെങ്കിൽ ആ ഹൃദയത്തിൽ അത്രമാത്രം ഈ ആവശ്യമില്ലാത്ത അന്ധമായിട്ടുള്ള വിശ്വാസങ്ങളും ആചാരങ്ങളും കിടക്കാണ്. അതിനെ ഈ മാറ്റിക്കളയാൻ ആ അമ്മയ്ക്ക് സാധിക്കുന്നില്ല. അവർ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതേപോലെയാണ് ഇന്നും നമ്മുടെ ഈ സമൂഹം. ഇപ്പോൾ ഗുരുവിൻ്റെ ക്ഷേത്രങ്ങളിൽ പോകുന്നവരായാലും ശരി, ഗുരു പ്രതീക്ഷിച്ച ക്ഷേത്രങ്ങളിലാണെങ്കിലും ശരി, അവിടെയൊക്കെ ഈ കടുംപിടുത്തം പിടിച്ചുകൊണ്ട് ജീവിക്കുന്നതല്ലാതെ അതിൽ നിന്ന് ഒരടി പോലും, ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകും നമ്മൾ കാണുന്നില്ല. അപ്പം നമ്മളും അതുപോലെ പെട്ടുപോകാതിരിക്കണമെങ്കിൽ അതിശക്തമായ ഒരു സ്റ്റെപ്പ് നമ്മൾ മുന്നോട്ട് വെച്ചേ പറ്റും. അതിനൊരു ഭയങ്കരമായിട്ടുള്ള ഒരു എനർജി നമുക്ക് ആവശ്യമാണ്. കാരണം അന്ധവിശ്വാസത്തെ മാറ്റുക എന്ന് പറയുന്നത്
അതിനെ തിരിച്ചറിയുക എന്ന് പറയുന്നത് വലിയ കഷ്ടപ്പാടാണ്. തന്നെയല്ല, ഇത് മാറുമ്പോൾ എന്ത് സംഭവിക്കും? ഭയമാണ്. അപ്പോൾ നമ്മളെല്ലാം ചൂഴ്ന്നു നിൽക്കുന്നത് ഈ ഭയമാണ്. ഈ ഭയത്തിൽ നിന്ന് നമുക്ക് വെളിയിൽ വരണമെങ്കിൽ ഗുരു പറഞ്ഞ പോലെ നമുക്ക് അറിവുണ്ടാകണം. ആ അറിവ് സമ്പാദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ത്യാഗവും സഹിക്കണമെന്നാണ്. അപ്പോൾ സ്കൂളിൽ പഠിച്ചിട്ട് കിട്ടുന്ന ആ വിദ്യ അത് നമുക്കൊരു ജീവിതമാർഗം നേടിത്തരും. പക്ഷേ എങ്ങനെ ജീവിക്കാം സുഖമായിട്ട് ശാന്തമായിട്ട് എന്ന് അവർ പഠിപ്പിക്കില്ല. അതിനിവിടെ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഗുരു അതുകൊണ്ടാണ് നമ്മളോട് പറയുന്നത്, നമുക്ക് ഓരോരുത്തർക്കും സുഖമായി ഈ മനുഷ്യജന്മം ശരിയായ രീതിയിൽ ആസ്വദിച്ച് ന്യായമായ എല്ലാം അനുഭവിച്ച് നമുക്ക് കൃതകൃത്യതയോടുകൂടി ഈ ശരീരം വിട്ടുപോകാൻ ഈ വിളക്കിനെ അനുഗമിച്ചേ പറ്റൂ. ഈ വിളക്കിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് പോയേ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് നമുക്കെല്ലാവർക്കും തീർച്ചയായിട്ടും ഈ ഒരു വിളക്കിനെ നമുക്ക് ഉള്ളിൽ നമുക്ക് കാണുവാനും തിരിച്ചറിയുവാനും അങ്ങനെ ഈ മനുഷ്യജന്മം അർത്ഥപൂർണ്ണമാക്കാൻ സാധിക്കട്ടെ. ഇപ്പോൾ ഏകദേശം 8 മണി കഴിഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എനിക്ക് അരിയപ്പുറത്ത് എത്തണം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ അടുത്ത് പോയാൽ മതി. എനിക്ക് അരിയപ്പുറത്ത് പോകണം. അപ്പോൾ പറഞ്ഞ സമയത്തിന് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടിയും ഒരു ശ്ലോകം കൂടിയൊക്കെ എടുക്കാമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം നമുക്കിവിടെ നിർത്താം. കൂടുതൽ ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ ചർച്ചയും സംശയങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ അരിയപ്പുറത്തേക്ക് വരാം. അല്ലെങ്കിൽ ഗൗരവമായിട്ടുള്ള ഒരു അവസരം ഇവിടെ ഉണ്ടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ സമയത്തിന് വലിയ വിലയുള്ളതാണ്. ഇതൊക്കെ മായയാണെന്ന് പറയുമ്പോഴും ഈ പ്രാക്ടിക്കൽ ലൈഫിൽ നമുക്ക് ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സമയം എങ്ങനെയാണോ വിലപിടിപ്പുള്ളത് അതുപോലെ തന്നെയാണ് എനിക്കും. അപ്പോൾ നിങ്ങൾ മറ്റ് ജോലികളൊക്കെ കഴിഞ്ഞിട്ട് വരുന്നു. അപ്പോൾ ഞാൻ അതിനു മുമ്പ് 1 മണിക്കൂർ മുമ്പ് ഇവിടെ എത്തി. പക്ഷേ ഇങ്ങനെയായിപ്പോയി. അതുകൊണ്ട് നമുക്ക് വളരെ കൃത്യമായിട്ട് നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി ഗൗരവമായിട്ടൊക്കെ കാണാനായിട്ട് നമുക്ക് സാധിക്കണം. ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകണം. ഈ ഗുരുവിൻ്റെ ആത്മോപദേശ ശതകത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമുക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കണം. തീർച്ചയായിട്ടും അരിയപ്പുറത്തേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇങ്ങനെ ഒരു